കലങ്കാരിയുടെ പുതിയ പ്രിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ റാക്കി കയറിയിട്ടുള്ളൂ. ഇത്ര നേരം കണ്ട പോലെ ഫുൾ അല്ലെങ്കിലും അതിനേക്കാളും റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റാണിത്. നമുക്ക് ലൈവ് പ്രിന്റും അതേപോലെ തന്നെ ബാഗ്രു, സംഗിനേരി എല്ലാ പ്രിന്റും നമ്മൾ ഈ ഒരു കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10 വരി എന്ന് പറയും ഈ ഒരു പാറ്റേണിന്. ഹക്കോബയുടെ തന്നെ കോറ കളറിൽ വന്നിട്ടുള്ളതാണ്. കോട്ടൺ ബേസ് ആണ്. ബനാറസിയിൽ തന്നെ നമുക്ക് ജോർജറ്റ് ബേസിൽ വരുന്നുണ്ട്, സിൽക്ക് ബേസിൽ വരുന്നുണ്ട്. ഇതും നമ്മുടെ ഒരു പുതിയ കളക്ഷൻ ആണ്. ഇത് കേസർ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ്. ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു സാമ്പിൾ റഷ്യൻ സിൽക്ക്, ചന്തേരി, അതേപോലെ തന്നെ കോട്ടൺ, ഓർഗൻസ റണ്ണിങ് ആണ് നമ്മൾ സാരി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സാ വരുന്നത്, ജിമ്മി ചൂല് വരുന്നത് കേട്ടോ. പ്യുവർ ആയിട്ടുള്ള മംഗലഗിരി കോട്ടൺ ആണ് വരുന്നത്. കോയൻ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ സാരി. കോട്ടന്റെ കൂടെ തന്നെ ആ ഒരു സെറിയുടെ കോമ്പിനേഷനും കൂടെ കൊടുത്തിട്ടുള്ളതാണ്. സ്പെഷ്യൽ സാരിയാണ്, അതായത് ചന്തേരി ബേസിൽ വരുന്ന സാരിയാണ്. 36 ഇഞ്ച് വിട്ട് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു സെക്ഷനിൽ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലോറൽസ് ആണ്. കത്താൻ സാരീസ് ആണല്ലോ ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ആന്റിക് ജെറി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം. പക്ക ലക്നവി വർക്കാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. ഇത് ഓർഗൻസയിൽ വരുന്നത്, ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത്. വാവ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ബുട്ടിക് നടത്തുന്ന ആളാണോ? അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ്, അതുകൂടാണ്ട് ബുട്ടിക്കിൽ ആവശ്യമുള്ള എല്ലാ തരം പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സാരീസ് എന്ന് പറയുമ്പോൾ എല്ലാ തരം സാരീസ് നിങ്ങൾക്ക് കിട്ടും. അതും പ്രീമിയം ക്വാളിറ്റിയിൽ, പക്ഷേ അഫോർഡബിൾ റേഞ്ചിൽ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ ബാക്കിൽ ഈ ഒരു പള്ളി കാണുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. എന്നാലും നമ്മൾ പറയുകയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് പള്ളിയുടെ പേര് വരുന്നത് CSI പള്ളി, CSI ചർച്ചാണ് ആ കാണുന്നത്. അതിൽ തൊട്ടടുത്ത് കുറച്ച് ഫുഡി ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ പറയുന്നത്. അവിടെ ഒരു സിലോൺ ബേക്കേഴ്സ് കൂടി ഉണ്ട് അടുത്തുള്ള ലൊക്കേഷൻ. ഇനി നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ പാർക്കിംഗ് സൗകര്യം, അത്യാവശ്യം ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു പെയ്ഡ് പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതാണ് ഈ കാണുന്ന പാർക്കിംഗ് സൗകര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എവിടേക്ക് വരണം? ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേരെന്ന് പറയുമ്പോൾ KPG ബിൽഡിംഗ് ആണ് കേട്ടോ. KPG ഇതാണ് ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം 2 ഫ്ലോർ നിറഞ്ഞിരിക്കുകയാണ്. മൊത്തം ഫൈബ്രിക്സ്, ബുട്ടിക് ഫൈബ്രിക്സ് എന്ന് വെച്ചാൽ മെയിൻ ഫൈബ്രിക്സിൻ്റെ ഐറ്റംസ് കേട്ടോ. അത് കൂടാണ്ട് ബ്ലൗസ് പീസ്, അങ്ങനത്തെ ബ്ലൗസ് പീസ് അല്ല, ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ്, അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട് പ്രീമിയം രീതിയിലുള്ള എല്ലാ തരം വെറൈറ്റീസ്. ഒന്ന് കയറി നോക്കിയാൽ വരും. ഫുൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള എല്ലാ ഐറ്റംസും, ബട്ട് അഫോർഡബിൾ റേഞ്ചിൽ. അതൊക്കെ നമുക്ക് ആര് കാണിച്ചു തരൂ? ഇതാ ഇവിടെ നിൽക്കുന്ന സുന്ദരി, എന്താ പേര്? സ്റ്റെഫി. ഇത് പറയിപ്പിച്ചതാട്ടോ എന്നോട് സുന്ദരി. അല്ല, ശരിക്കും സുന്ദരി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രോഡ്വേയിൽ CSI പള്ളിയുടെ ഓപ്പോസിറ്റ് വരുന്ന KPJ എൻക്ലേവ് ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഫസ്റ്റും സെക്കൻഡും രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള വെറൈറ്റി ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുറേ പ്രീമിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രീമിയം ഭയങ്കര കാശാവോ? അങ്ങനെ അല്ല, നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ, അതും ഹോൾസെയിലാണ്, അതുകൂടി എടുത്ത് പറയാം. അപ്പോൾ ഈ പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബുട്ടീക്ക് ആയിട്ടുള്ള രീതിയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കുറേ വെറൈറ്റി സാരീസ്. അതെ, ബൊട്ടീക്കാണല്ലോ നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സിനെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമുക്കൊരു 2 ഇയർ ബിഫോർ വരെ നമ്മൾ ടെക്സ്റ്റൈൽസ് ഷോപ്പുകാരെ ആയിരുന്നു. പക്ഷേ ഈ ഒരു സെഷൻ നമ്മൾ മെയിൻലി ഓപ്പൺ ചെയ്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊട്ടീക്ക് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പ്. അവർക്ക് എപ്പോഴും വെറൈറ്റി യൂണീക്ക് പാറ്റേൺസ് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവര് ഓൺ റിസർച്ച് ചെയ്തിട്ടുള്ള കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഈ ബാക്കിൽ കാണുന്നുണ്ട്. അത് സാരീസ് ആയാലും ശരി, ഫൈബ്രിക്സിലായാലും അങ്ങനെ കുറെ ഓൺ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പിടിക്കാം അല്ലേ? വൈറ്റ് ഓഫ് വൈറ്റ് പറഞ്ഞു. അതെ, ഇപ്പോൾ നമുക്കിത് ഫസ്റ്റ് വരുന്നത് വെച്ചാൽ നമുക്ക് ഡയബിൾ സാരീസ് എല്ലാം വരുന്നുണ്ട്. ചിക്കൻ കാരിയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ഓണത്തിന് വേണ്ടിയും, പിന്നെ ഓണം കഴിഞ്ഞ് നമുക്ക് വെഡിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടി മൾട്ടിപർപ്പസ് ആയിട്ടുള്ള സാരീസാണ്. ഇതെല്ലാം ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡ് ടിഷ്യൂ ബേസിലൊക്കെ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ക്രഷ്ഡ് ടിഷ്യൂവിൽ വരുന്ന സാരീസ് ഒക്കെയാണ് ഇരിക്കുന്നത്. എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ്, ഡാർക്ക് ഷെയ്ഡ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നതിന് മുന്നേ ഇത് വെറുതെ ഇങ്ങനെ ഓടിപ്പിച്ച് പറഞ്ഞാൽ പറ്റില്ല. ഇത് ഒരെണ്ണെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാണ്ട് ഇങ്ങനെ ശരിയാവണോ? ഒരെണ്ണം എടുത്ത് കാണിച്ചത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കെല്ലാം അറിയില്ല. കണ്ട, അവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു കളർ മാത്രമേ കണ്ടുള്ളൂ. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന കളറൊക്കെ നമ്മൾ ഓരോന്ന് എടുത്താലേ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിൽ വരുമ്പോൾ കളേഴ്സ് ഇങ്ങനെ മാറൂല. നമുക്ക് ഒരു 4-5 കളേഴ്സോളം ഉണ്ട് ഓരോ ഡിസൈൻസിലും. അപ്പൊ ഇതിന്റെ കളേഴ്സ്, അപ്പൊ
4-5 ഡിസൈൻസ് 4-5 കളേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അതിൽ നമുക്ക് ഈ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? അല്ല, ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് സാരി വേണേലും എടുക്കാൻ പറ്റും. നമ്മൾ ആ ബിൽ എമൗണ്ട് എത്തിച്ചാൽ മതി. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ ത്രൂ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞു തരും. അപ്പൊ ഇപ്പൊ ഈ സാരി ഇഷ്ടപ്പെട്ടു ഇതെടുക്കാം, ഇത് ഇഷ്ടപ്പെട്ടു ഇതെടുക്കാം, അപ്പുറത്തുനിന്ന് ഇഷ്ടപ്പെട്ടു എടുക്കാം ഒക്കെ. പക്ഷെ ഹോൾസെയിൽ ആയിരിക്കും, ഹോൾസെയിൽ റേറ്റിലായിരിക്കും. കടക്കാര്, സ്റ്റാർട്ടപ്പ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ബൂട്ടിക്ക് നടത്തുന്നവർ അവർക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ എൻട്രൻസ് ഉള്ളൂ. റീറ്റെയിൽക്കാർ ഒരു സാരി ആയിട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരേ വേണ്ട കേട്ടോ. അപ്പൊ ഇതിന്റെ ഞാൻ ഓപ്പൺ ചെയ്യണില്ല. ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് കാഴ്ച വേണമെന്ന് വെച്ചാൽ ഇവരെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. എന്താ പേജിന്റെ പേര്? ഹോണർ ഏജൻസി. ആ പേജിൽ പോയി കഴിഞ്ഞാൽ കുറെ നല്ല നല്ല ഇഷ്ടം പോലെ സുന്ദരികൾ ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് വെയർ ചെയ്തിട്ടുള്ള കുറെ കളക്ഷൻസ് ഒക്കെ നമുക്ക്, ഇത് മാത്രമല്ല സാരീസ് മാത്രമല്ല എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ബേസ് വരുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഡയബിളായാലും അങ്ങനെ തന്നെയാണ്. ഇത് തുറന്ന് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വർക്കും ഡീറ്റെയിൽസും വെറൈറ്റി. ഇതൊക്കെ വൈറ്റിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി വർക്ക് കൂടിയപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ്നെസ് കുറഞ്ഞിട്ട് കുറച്ച് ബേജ് ആ ഒരു കളറിൽ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ക്രഷ് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട കളറ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ റെഡ്, മറൂൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അതിൽ ഇതെന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ പൊട്ടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വർക്ക് കണ്ടോ? ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ മുന്താണിയൊക്കെ അടിപൊളിയാണോ? അതെ, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പൊട്ടിക്കോ? കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു വർക്കാണ്. രണ്ട് സൈഡും വന്നിരിക്കുന്നത്, രണ്ട് സൈഡും അടിപൊളി ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു പോർഷനാണ്. ഇതിന് വരുന്നത് ക്രഷ് മെറ്റീരിയലാണ്. അതിൽ ഫുൾ വർക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എത്ര കളേഴ്സ് അവൈലബിൾ ആണ്? ഇതിൽ നമുക്കൊരു 5-6 കളേഴ്സോളം അവൈലബിൾ ആണ് ഇതിലല്ലേ? ഓക്കെ. അപ്പോൾ ഷോപ്പിൻ്റെ സമയം നമുക്ക് എപ്പോഴൊക്കെ കയറി വരാൻ പറ്റും? നമുക്ക് 9:30 to 6 വരെയാണ് ഇവിടുത്തെ ഷോപ്പിലെ ടൈം വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ സീസൺ ടൈം ആയിട്ട് സൺഡേ ഓപ്പണിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇത് ഫുൾ ഡാർക്ക് ചാർട്ടിലാണ് വരുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് ചാർട്ടിലാണ് ഇത് മൊത്തം വരുന്നത്. ഈ ലൈറ്റ് ചാർട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കളറിലും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരള കളറാണല്ലോ. അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് ഈ ഒരു കളറിലും സെയിം ഈ ഒരു വർക്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൺലൈൻ ടീമായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. എല്ലാം കാര്യം ഇതൊന്ന് അവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡിൽ വെച്ചോളൂ. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബനാറസിയിൽ തന്നെ നമുക്ക് ജോർജറ്റ് ബേസിൽ വരുന്നുണ്ട്, സിൽക്ക് ബേസിൽ വരുന്നുണ്ട്. അതെല്ലാ ചാർട്ടിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പേസ്റ്റിലുണ്ട്, ഡാർക്ക് ചാർട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എടുത്ത് ഇങ്ങനെ കുഴഞ്ഞു പോണ ടൈപ്പ് ആയിട്ടുള്ള സാരീസ് ആണ്. എന്ന് വെച്ചാൽ ഉടുത്താൽ കുഴഞ്ഞു പോകാന്ന് പറയുമ്പോൾ അത്രയും സോഫ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബൊട്ടിക് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രീമിയം സോഫ്റ്റ് ക്വാളിറ്റിയിലാണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു അടിയിലത്തെ ബോർഡറിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബൂട്ട വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ ഇഷ്ടം പോലെ കളേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ കളർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന മൊത്തം ഇതിൻ്റെ കളേഴ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം ഒരു സാമ്പിൾ ഏരിയ ആണ്. സാമ്പിൾ ഏരിയ ആണെങ്കിൽ കൂടിയും ഇവർക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഒരു 500 പീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതെ, കാരണം ഇവർക്ക് ഗോഡൗൺ ഉണ്ട്. ഗോഡൗണിലാണ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വെക്കുക. ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിന് മാത്രമേ വെച്ചേക്കണം. അപ്പോൾ അത്യാവശ്യം ഗോഡൗണിൽ നിന്ന് എടുത്ത് തരുന്നതായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ പേര് മറന്നു കേട്ടോ. സ്റ്റെഫി. അയ്യോ, ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. ഞാൻ മറന്നു വിചാരിക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ബനാറസിൽ ഇത് സോഫ്റ്റ് ആയത് ഇത് വരുമ്പോൾ നമുക്ക് സിൽക്ക് ബേസിൽ, പത്മാവതി സിൽക്ക് ബേസിൽ വരുന്നതാണിത്. അതിലും ഇത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. മറ്റൊന്ന് നോക്കി ബൂട്ട വർക്കിൽ തന്നെ നല്ല സിൽക്ക് സെറി വർക്ക് ആയിരുന്നു. ഇതാകുമ്പോൾ ത്രെഡ് ബേസിലാണ് വരുന്നത്. ഇതിൻ്റെ വീവിങ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ പ്രിന്റ് അല്ല. ഇതിന്റെ ഉള്ളിലത്തെ വർക്കൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത കുഴപ്പമില്ല. ഇത് മറ്റത് കുഴയണ പോലെ അല്ലല്ലോ, ഇത് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ലുക്കാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള വിത്ത് ബ്ലൗസ് അല്ലേ എല്ലാം കൂടി? വിത്ത് ബ്ലൗസാണ് വരുന്നത്. ഇതല്ലേ? ഇതിൻ്റെ പല്ലു വരുന്നതാ. പല്ലുവിന്റെ പോർഷൻ തന്നെ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇവ കാണിക്കുന്നതൊക്കെ നമുക്ക് വിത്ത് ബ്ലൗസ് എടുക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് കേട്ടോ. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ തന്നെ വർക്ക് കൂടിയതും കുറഞ്ഞതും ഒക്കെ വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞേ. ഇതാണെങ്കിലും കത്താൻ ബേസിൽ വരുന്നതാണ്. കത്താൻ സാരീസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ആന്റിക് ജെറി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം. ഇത് ഫുൾ വർക്കൗട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഒരു കാഞ്ചിപുരം ഹെവി രീതിയിലുള്ള സാരീസ് എന്ന് പറയില്ല, ആ ഒരു രീതിയിലുള്ള സാരി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ
കാരണം ഇത് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഒക്കെ നമുക്ക് ഇതിൽ പ്യുവറും ഉണ്ട് സെമിയും ഉണ്ട്, രണ്ടും വരുന്നുണ്ട്. രണ്ടും വരും. അതിൽ നമുക്ക് മോഡലുണ്ട്, അതിപ്പോൾ ചിക്കൻ കറി വരുന്നുണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഓർഗൻസ ഉണ്ട്, ടെസർ ടെസർ ഉണ്ട്. എല്ലാ ഫാബ്രിക്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എല്ലാ പ്രൊഡക്റ്റും ഈ റിസർച്ചിന്റെ കാര്യമൊക്കെ കേട്ടില്ല, അത് റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാപ്പോഴും ട്രെൻഡ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഷോപ്പിൽ എല്ലാ ദിവസവും ഓരോ പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് റിസർച്ച് ചെയ്ത് പുതിയത് നിങ്ങൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ വീക്കിലി ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ കാണുന്ന സാരീസിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ കാണുന്ന മൊത്തം വരുന്നത്. അതിന്റെ വെറൈറ്റി ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്കൊരു ഹോൾസെയിൽ ഫീൽ അല്ല, ഒരു ബുട്ടിക്കിൽ വന്നൊരു ഫീലിംഗ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്, കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ പറയുകയാണെങ്കിൽ അത് നമുക്ക് ഗോഡൌണിൽ നിന്ന് എടുത്തയച്ച് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കാം, മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ നിലത്തിരിക്കുന്ന സംഭവം ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. ഇതെല്ലാം നമുക്കിപ്പോൾ ഓണം കളക്ഷനിൽ കയറിയേക്കുന്നതാണ്. ചന്തേരി ബേസിലൊക്കെ വന്നേക്കുന്ന സാരീസ് ആണ്. നമുക്ക് ഓണം കളക്ഷന് ഓണം പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഫാൻസി ആയിട്ടുള്ള രീതിയിൽ വേറെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കളക്ഷൻസ് ഒക്കെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത. അതിൽ നമുക്ക് ഫുൾ വീവിങ് ആണ് ഇതിൽ വരുന്നത്. വൺ സൈഡ് ബോർഡർ വീതി, രണ്ട് സൈഡും ബോർഡർ കുറവാണ് കേട്ടോ. ഇപ്പൊ കൂടുതൽ ഈ ബോർഡർലെസ് ഒക്കെയാണ് മെയിൻ. ബോർഡർലെസ് ആയിട്ടുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ബോർഡർ ഉള്ളതുകൊണ്ട് ഇതിൽ തന്നെ ഒരു 3-4 ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഈ കാണുമ്പോൾ ഫുൾ കളേഴ്സ് സെയിം ഒരുപോലെയാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഇത് എനിക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആ ലാസ്റ്റ് വൺ ഒന്നും നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഒരു ബ്രൈഡലിന് വരെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കളക്ഷനാണ്. ഇത്രയും വലിയൊരു സംഭവം മിസ്സായി കളയാൻ പറ്റില്ലല്ലോ. ഫുൾ ഗോൾഡില് അടിപൊളി അല്ലേ? ഫുൾ ആ ഒരു ടിഷ്യൂ പോലെ കേട്ടോ, നല്ലൊരു ഗോൾഡിൽ. നമുക്ക് ഇത് ഓണത്തിന്റെ ആ ഒരു ഫെസ്റ്റിവലിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്കാണെങ്കിലും അത് കഴിഞ്ഞ് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊക്കെ ബ്ലൗസ് ഇതുകൊണ്ട് തന്നെ ആ ബ്ലൗസിന്റെ സ്ലീവിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട്. പക്ഷേ ഈ കടക്കാരെ കൊണ്ടുപോകോട്ടോ, ഇത് എവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ പോയി അന്വേഷിച്ചു. അപ്പൊ കടക്കാർക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്, വീണ്ടും എടുത്ത് പറയാണ്. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് എല്ലാവർക്കും രണ്ടാൾക്കും കൂടിയിട്ട് ഇരുന്ന് മടക്കാം. കാരണം കുറേ ഉണ്ട് വെച്ചാലിടാനായിട്ട്. ഇനി ഇത് കുറച്ച് ഇംഗ്ലീഷ് ചാർട്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇംഗ്ലീഷ് ചാർട്ട് പറഞ്ഞോ. അതെ, പേസ്റ്റൽ ചാർട്ടിൽ ഇപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ബ്രൈറ്റ് ചാർട്ട് അല്ലെ ഡാർക്ക് ചാർട്ട് ഇഷ്ടമല്ല. അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ പേസ്റ്റൽ ചാർട്ട് എല്ലാ കളക്ഷനിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആ ഒരു ഇപ്പം നമ്മൾ ടിഷ്യൂവിൽ കണ്ടപ്പോൾ അതിനകത്താണല്ലോ എല്ലാ ചാർട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എല്ലാവരുടെ ഇഷ്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇഷ്ടം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഒക്കെ വീവിങ് ആണ് കേട്ടോ കാണുന്നത് മൊത്തം വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ടസർ ബേസിൽ വരുന്നതാണ് ഇതെല്ലാം. ഇത് ഫുള്ള് കേട്ടോ വരുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി ഫുൾ ത്രെഡ് വർക്കിലാണ് കേട്ടോ ഇത് വരുന്നത് ഐറ്റംസ്. അപ്പം ഇത്രയും നല്ല നല്ല കളക്ഷൻസ് റേറ്റ് പറയാണ്ട് പോയാൽ ശരിയാവില്ല. പക്ഷേ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇത് ഹോൾസെയിലാണ്. നമുക്ക് റീറ്റെയിൽക്കാർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിംഗിൾ കസ്റ്റമേഴ്സിന് അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയാത്തത്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോ, അപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചോ. അല്ലെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെ? വീഡിയോ കോൾ നമുക്ക് ഈ വർക്കിംഗ് അവേഴ്സിൽ തന്നെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്താൽ അവർ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊരു സെക്ഷൻ ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ അതിൻ്റെ കളേഴ്സും അതിൻ്റെ വർക്കുള്ളതും വർക്കില്ലാത്തത് പേസ്റ്റിൽ അങ്ങനെ വെറൈറ്റി കളേഴ്സാണ്. ടസറിൽ തന്നെ ഡിസൈൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. എല്ലാം നമ്മളിങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇവിടെ ഇത് നമുക്ക് സാറ്റിൻ ബേസിൽ വരുന്നതാണ്. സാറ്റൻ ബേസിൽ ഇത് ഫുൾ ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. ടോൺ ടു ടോൺ ആയിട്ടുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ആ ഒരു ബനാറസി അതിൽ വരുന്ന കാറ്റഗറിയാണ്. അതിൽ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ വലിയ ബൂട്ട വർക്കായിട്ട് വരുന്നത്. ഇതിലാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബൂട്ട വർക്ക്. അപ്പം എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഡിസൈൻസ് വേണോ, പൂക്കൾ വേണോ, അങ്ങനെ വെറൈറ്റീസ്. പിന്നെ വരുന്നത് ഇത് മറ്റേ പേപ്പർ ടിഷ്യൂ ആ ഒരു ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണല്ലോ. യങ്സ്റ്റേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഇത്. ബ്ലൗസ് ഞാൻ അതിന് ഇവിടെ ഒരു പൂവ് പോലെ കണ്ടു. ഇതാണ് ഇതിന്റെ ബ്ലൗസ്. അത് സെപ്പറേറ്റ് ആണ് അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ബ്ലൗസ് നമുക്കൊരു കുറച്ച് ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ്. മെയിൻ ആയിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ ബൂട്ട വർക്കും അതിലൊരു കട്ട് വർക്കും ആപ്ലിക് വർക്കൊക്കെ കൊടുത്ത പോലത്തെ ഒരു ഫീല്. അപ്പോൾ ഇതിന്റെയും കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോട്ടന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഈ മൊത്തം വരുന്നത്. ഏത് മോഡൽ വേണമെങ്കിലും ഇരിക്കാം. ഫുൾ വീവിങ്ങിലാണ് വരുന്നത്. അത് ബോർഡർലെസ്സിലായിട്ട് ചെറിയൊരു
ഇത് ശരിക്കും തുറന്ന് കാണിക്കേണ്ടതായിരുന്നു, പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല. കാരണം ഇത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് അനുകൂലമായിട്ട് കിടക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറച്ചുണ്ട്. കാരണം കസ്റ്റമേഴ്സ് പിന്നെ എടുക്കില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇത് നോർമൽ നമ്മുടെ ബനാറസി ആ ഒരു സ്റ്റൈൽ. ഇത് ടസറിൽ വരുന്നത് കട്ട് വർക്കിൻ്റെയും ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒക്കെ പാറ്റേൺ. ഇത്രയും നല്ല വർക്ക് മിസ്സായി പോയേനെ ഇത് കണ്ടില്ലെങ്കിൽ. കണ്ടോ, ഇതിൽ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ബേജ് കളർ ഉണ്ട്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ്. ഫുള്ള് ബ്ലാക്കിലാകുമ്പോൾ ആ ഒരു വർക്ക് ശരിക്കും എടുത്ത് അങ്ങോട്ട് കാണിക്കുമ്പോൾ നല്ല ഒരു ഭംഗി. ബ്ലാക്ക് എല്ലാവരുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അതെ, ഇനിയിപ്പോൾ ഈ കളർ കാണിച്ചില്ല എന്ന് വേണ്ട, ഇതിൽ തന്നെ നമുക്ക് ഇത്രയും വർക്ക് കയറിയിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ. ഇതാണ് മെയിൻ ഇതിന്റെ വർക്ക്. അതിൽ തന്നെ സെയിം ആ ഒരു മുന്താണിയുടെ ഭാഗത്ത് സെയിം വർക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് അതാണ് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട മോഡൽ. ഇനി അതിനും ഒരു കുറവില്ല. നോർമൽ കാണുന്നത് എല്ലായിടത്തും ബ്ലാക്ക്, റെഡ്, ബ്ലൂ ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ള ഒരു കളർ കണ്ടു, ഗ്രീൻ തന്നെ നമുക്ക് ബാന്തിനി പ്രിന്റ് വരുന്നത്. ഇതാ അതും മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ പ്യുവറും ഉണ്ട്, സെമിയും ഉണ്ട്. വീണ്ടും വീണ്ടും പറയണം, അത് എടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. ടൈ ആൻഡ് ഡൈ രീതിയിലാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. ഇതൊന്നും തുറന്ന് കാണിക്കുന്നില്ല, നേരിട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ. പിന്നെയും ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കളറും കൂടി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്, ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. പിന്നെ നോർമൽ നമ്മൾ കാണുന്ന ഒരു കളേഴ്സൊക്കെ തന്നെ പ്യുവറും ഡാർക്ക്, അതുപോലെ തന്നെ സെമി. ഇത് രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ടോൺ ടു ടോൺ ആണെങ്കിൽ ഇത് വരുന്നത് നമുക്ക് ഫുള്ള് മൾട്ടി കളറിലാണ് കേട്ടോ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. പറഞ്ഞോ. അതെ, ഇത് നമ്മുടെ ഫുള്ള് പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന ആ ഒരു കളക്ഷനാണ്. മറ്റേ ഇത് നമുക്ക് ചന്തേരി ബേസിലാണ് വരുന്നത്. അതിൽ നമ്മൾ റോസിൻ്റെ ഒരു പാറ്റേൺ ആണ് ഫുള്ള് ബോർഡേഴ്സിലും പല്ലുവിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ബോഡിയിൽ നമ്മൾ സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ഇത്. ഇതാകുമ്പോൾ നമുക്ക് ടോൺ ടു ടോൺ ആണ് ഇതിന്റെ വർക്ക് പോയിരിക്കുന്നത്. അപ്പം മൾട്ടി കളറിന്റെ ത്രെഡ് വർക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടോൺ ടു ടോൺ വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അങ്ങനെ ഇനി ഇത് അതിന്റെ വേറെ പാറ്റേണിങ് വരുന്നതാണ്. കണ്ടോ, ഞാൻ മിണ്ടിക്കിനില്ല എന്നുള്ളൊരു പരാതി. ഇപ്പൊ മിണ്ടി വന്നപ്പോൾ എനിക്ക് മിണ്ടാൻ സമയമില്ല എന്ന് പറയും. അതായത് നമ്മൾ ചന്തേരി ബേസിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി എടുത്ത് കൊടുക്കാൻ പറ്റും. ഉണ്ട്. ഇതൊക്കെ ടെസൽസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്ന ഐറ്റം ഇനി ഇപ്പുറത്ത് വന്ന് നിന്നു. ഇനി ഓരോന്ന് ഇതൊക്കെ എടുത്ത് കാണിച്ചു നോക്കട്ടെ. ഇത് നമ്മൾ ആ കട്ട് വർക്കിൻ്റെ തന്നെ കണ്ടതിൻ്റെ തന്നെ വേറെ കുറച്ചും കൂടി ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഫുള്ള് പല്ലുവിലൊക്കെ ഫുള്ള് വർക്ക് വരുന്ന രീതിയിലത്തെയാണ്. ഇതിലാവുമ്പോൾ നമുക്കൊരു ഡബിൾ ഷെയ്ഡിങ് പോലെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഖാദിക്കോട്ടൻ പോലെ അങ്ങനെ ഒരു ഫീലിംഗ് പോയിട്ടുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് ക്രോസ് സ്റ്റിച്ച്, കട്ട് വർക്ക് അങ്ങനെയൊക്കെ പോയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് സെമി ടസറിൽ വരുന്നതാണ്. നമുക്ക് പ്യൂറും വരുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലത്തെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് പ്യുവർ സെമി രണ്ടും ഉണ്ട് കേട്ടോ. ഏത് മോഡൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സെമി ഇറക്കുന്നതാണ്. അതിന്റെ പ്യുവറും വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ബുട്ടിക്ക് വേണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണോ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചാൽ ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ കുറെ വൈറ്റ് ബേസിൽ നല്ല നല്ല അതെ, ഇത് ഓർഗൻസയിൽ വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത്. വാവ്, നല്ല ഭംഗി ഉണ്ടാവില്ല ഇതൊക്കെ. നല്ല രസമാണ്. വൈറ്റിൽ ഇങ്ങനെ അതും ഒക്കെ സട്ടലായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇരിക്കുന്നത് മൊത്തം. ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സൂം ചെയ്ത് നോക്കി. നല്ലൊരു ലൈറ്റ് യെല്ലോ, പീച്ച് കളർ, പിങ്ക് കളർ, ഇനിയും കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഉള്ളത് കളേഴ്സ് ഇപ്പോൾ ഞാൻ കാണിച്ചു മാത്രം. ഇതിൽ തന്നെ സെയിം വരുമ്പോൾ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഡിജിറ്റലിൽ ഇങ്ങനെ ഒരു ഫുൾ ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. കമ്പ്യൂട്ടർ വർക്കാണ് ഇത് ഫുൾ കാണുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ത്രെഡ് വർക്ക് വിത്ത് ഡിജിറ്റലിൽ കേട്ടോ. ഓർഗൻസിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ മുന്തിയ പേരുകളുള്ള ഐറ്റംസ് ഒക്കെ നോർമൽ വിട്ടിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക പ്രീമിയം അല്ലെങ്കിൽ നമുക്ക് ഒരു ബുട്ടിക് കളക്ഷൻസ് അത് മാത്രമാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഓൾ ടൈം ഫേവറേറ്റ്. അതെ, അത് കോട്ടണിൽ വേണോ പിന്നെ ജോർജറ്റിൽ വേണോ? ഫസ്റ്റ് നമുക്ക് ജോർജറ്റിലൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫാബ്രിക്കിലും ഈ ചിക്കൻ കറി വർക്ക് വന്ന് തുടങ്ങിയിട്ട് കോട്ടണിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെയും ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഫുൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള പക്ക ലഖ്നവി വർക്കാണ് കേട്ടോ. പക്ക ലഖ്നവി വർക്കാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. ലഖ്നവി കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ ശരിക്കുള്ള വീവിങ് കാണുകയാണെങ്കിൽ ഇത് കൈകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തെടുത്ത് പറയണത്. അപ്പോൾ അത്രയും പ്യുവർ ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ ക്വാളിറ്റി കോട്ടൻ്റെ ആ കോട്ടൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓൺ മാനുഫാക്ചർ ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഓരോരോ അങ്ങനെ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ ചിക്കൻ കറിയിൽ തന്നെ
ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതിന്റെ ഭംഗി ഞാൻ നഷ്ടപ്പെടുന്നത് അല്ലേ? ചിക്കൻ കറിയിലാണ് കേട്ടോ. ഇതിന്റെ ഫുൾ എന്ന് വെച്ചാൽ വൈറ്റിലൊരു ത്രെഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കളർ ത്രെഡും വരുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഈ കോട്ടൺ ആണെങ്കിൽ ഇത് വരുമ്പോൾ ജോർജറ്റിൽ വരുന്നത് ലെവൻഡർ എടുക്കാം. ഇത് അടിപൊളി ഒരു ഐറ്റം വരുന്നുള്ളൂ. ഇതാകുമ്പോൾ ജോർജറ്റിൽ നമുക്ക് സെയിം ആ ഒരു സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ലക്നവി വർക്കിൽ വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കോട്ട ബേസിൽ വരുന്നത് കോട്ട ചെക്കിൽ അതിൽ ഇത് ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ്. ഇതും സെയിം ആ ഒരു ലക്നവി വർക്ക് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ കാണുമ്പോൾ അറിയുള്ളൂ. ഇതാണ് ശരിക്കും ഉൾട്ട അതിൻ്റെ വീവിങ് പോർഷൻ വരുന്നത്. അതിൻ്റെ മെയിൻ പോർഷൻ വരുന്നത് ഇതാണ്. ഇപ്പോൾ ലക്നവി വർക്ക് എല്ലാവർക്കും ഒരു ഇത് അറിയണവർക്ക് അറിയാം, അല്ലാത്തത് നമുക്ക് കമ്പ്യൂട്ടറൈസ് വരുന്ന അതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് കിട്ടും. അത് ഇവിടെ കിട്ടില്ല, ഇവിടെ പ്യുവറാണ് അല്ലേ? അതെ, പ്യുവർ. ഓക്കെ, ഇനി എന്താണ് വെറൈറ്റി കാണിക്കാനുള്ളത്? ഇനിയിപ്പം നമുക്ക് ക്രഷ്ഡ് ഓർഗൻസയിൽ വരുന്നതാണ്. ഇത് ഫുള്ള് ത്രെഡ് വർക്ക് വരും, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലും. ഇത് ത്രെഡ് വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതില് ബ്ലൗസ് ഒക്കെ സെയിം ഈ ഒരു മെറ്റീരിയൽ അതെ, ബ്ലൗസ് സെയിം ഇത് തന്നെ വരുന്നത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇതിന്റെ ചെറിയ ഇങ്ങനെ വർക്ക് കയറിയിട്ടുണ്ട് അല്ലേ, ബുട്ടേരെ വർക്ക്. ഓക്കെ, അതിന്റെ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിന്റെ കളർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ലിനനിൽ വരുന്നതാണ്. എല്ലാം സാധനങ്ങളും ഇങ്ങനെ എല്ലാം ഉണ്ട്. ലിനൻ വേണോ, മൂടൽ വേണോ, ചന്തേരി. ഇതിൽ വർക്ക് വന്ന ഇത് ഫുള്ളൊരു അപ്ലിക് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് അതിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് അതിൽ നമുക്ക് സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. സെപ്പറേറ്റ് ഒരു തുണി വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പ്രിൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു പ്രിൻ്റ് കാര്യങ്ങൾ പോകാൻ ഒരു തരത്തിലും ചാൻസസ് ഇല്ല. അപ്പോൾ ഇത് വൺ സൈഡിന് ഇത് മുന്താണിയാണ് വരുന്നത്. മുന്താണി മാത്രമല്ല, ഇതൊന്ന് പിടിച്ച് ഈ ഒരു പോർഷനും കൂടി ഉണ്ട് കേട്ടോ, ഉൾ പോർഷനും. അതെൻ്റെ ബ്ലൗസായിട്ട് ഇത് ഈ പോർഷൻ ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസും പിന്നെ ബോർഡറിൽ നമ്മൾ ചെറുതായിട്ട് ആയിട്ടുള്ള രീതിയിൽ ഇത് ബോർഡറിന്റെ ആ ഒരു പോർഷനിലും പിന്നെ അത് ആ ബോർഡറിന്റെ പോർഷന്റെ ഇടയ്ക്കിടയ്ക്ക് ബോർഡറിന്റെ പോർഷനും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഫുൾ വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒക്കെ കൂടി നമ്മളിരുന്ന് മടക്കണ്ടേ? അല്ലാതെ നമ്മൾ ചെയ്തോളാം. എന്തായാലും നനഞ്ഞു കുളിച്ചിട്ട് കാണാം. അപ്പൊ ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആപ്ലിക് വർക്കിൽ വരുന്നതല്ലേ? ഇതെല്ലാം ആപ്ലിക് വർക്ക് വരുന്നുണ്ട്, നമുക്ക് ത്രെഡ് വർക്ക് വരുന്നുണ്ട്, എല്ലാം മിക്സ് ആക്കി കൊടുത്തേക്കാം. വൈറ്റ് മാത്രം അന്വേഷിച്ച് വരുന്നവർക്കാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള കുറേ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ ത്രെഡ് വർക്ക് വേണോ, ആപ്ലിക് വർക്ക് വേണോ, ചിക്കൻ കാരി വർക്ക് വേണോ, അങ്ങനെ വർക്കുകളുടെ വെറൈറ്റീസ്. വൈറ്റിൽ മാത്രം ഇത്രയധികം കളക്ഷൻസ് കണ്ടോ. അതിൽ തന്നെ ത്രെഡ് വർക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ ഇല്ലാത്തതാണെങ്കിലും പോലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ഇത് ജിമിച്ചോ എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്കിൽ വരുന്നതാണ്. ജിമിച്ചോ ഫാബ്രിക്കിൽ കുറച്ച് നമുക്ക് സ്കാലപ്പ് വർക്കാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. ഒരു പാർട്ടി വെയറിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയാം നമുക്ക് ഈ ഒരു ജിമിച്ചോ മൂടാൽ എന്നൊക്കെ പറയുന്നത്. അതെ, പാർട്ടി വെയർ ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടെയാണ്. ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സാണ് വരുന്നത് ജിമിച്ചൂല് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് പല മെറ്റീരിയൽസിലും ഫാബ്രിക്സിലും ഉണ്ട് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, സാരീസ് മാത്രമല്ല, കുറേ നമുക്ക് വെറൈറ്റി. ഇത് ഈ ഒരു സാരി ഒളിപ്പിച്ച് വെച്ചു. ഇത് നമ്മൾ ജോർജറ്റ് സാരിയുടെ ഒരു ഡൈ ചെയ്തതിൻ്റെ നമ്മൾ വെച്ചേക്കുന്നതാണ്. ഓ, ഇത് ഡൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെ, നമുക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിന് വരുമ്പോഴത്തേക്ക് അത് ഡൈ ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു സാമ്പിൾ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഡൈ ചെയ്താലും അതിൻ്റെ ഉള്ളിലുള്ള വർക്കിന് ഒരു തരത്തിലും കംപ്ലൈന്റ് വരില്ല കേട്ടോ. അപ്പൊ വർക്ക് ആസ് ഇറ്റ് ഈസ് അതേപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും. അപ്പൊ കളർ മാത്രം മാറുള്ളൂ. അപ്പൊ ഡൈബിളുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സാരീസിലായി. ഇനി എന്തെങ്കിലും സാരീസ് എവിടെയെങ്കിലും എല്ലാം ഒരു വിധം എന്ന് വെച്ചാൽ ഒരു പ്രീമിയം രീതിയിലുള്ള കാണാനാണെങ്കിൽ ഇവിടെ എല്ലാം ഓരോന്ന് എടുത്ത് നോക്കേണ്ടി വരും. കാരണം എല്ലാ ഫാബ്രിക്കിലും നമ്മളൊരു 2-3 കുറേ ഡിസൈൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നും എടുത്ത് കാണേണ്ടി വരും. അതെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക കസ്റ്റമേഴ്സ് വരുമ്പോൾ കാണാനുള്ള ഒരു സാമ്പിൾ ഏരിയ. സ്റ്റോക്ക് നിങ്ങൾക്ക് 500,000 എത്ര ബഡ്ജറ്റ് വേണം പറയാം, എത്ര പീസ് വേണമെന്ന് പറയാം, അതിനനുസരിച്ചിട്ട് നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും. കാരണം കൂടാൻ തൊട്ടടുത്ത പിന്നെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? ഇല്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ അവർ ഡിസൈൻ പറയുവാണെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് അത് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഈ സാരീസ് മാത്രമല്ല കേട്ടോ, ഇനി കുറച്ച് ഫാബ്രിക്സ് ഒക്കെ ഉണ്ട്. ഫാബ്രിക്സ് നമുക്ക് അവിടെ അടുത്ത സെഷനിലുണ്ട്. ഒന്ന് പോയാലോ? കാണാം. ശരി, ഈ മുക്കത്തി എനിക്ക് തരുമോ? എനിക്ക് മാച്ച് ആവും. തന്നെ ഉണ്ടാക്കിയതാ. അതെന്ത് കുട്ടൻസാ?
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് പിന്നെ അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാക്കാം. അതൊക്കെ ഞാൻ പിന്നീട് പഠിച്ചോളാം. അപ്പൊ നമുക്കൊന്ന് പോയാലോ? ഓക്കെ, പോവാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ബുട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ കൂടിയാണ് കേട്ടോ. പിന്നെ മെയിൻ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടുത്തെ ഡിസൈനർ തന്നെയാണ് ഇവിടെ ഓണത്തിന് വേണ്ടിയിട്ട് പല രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ പുതിയൊരാളും കൂടി ഒന്നല്ല, നല്ലൊരു ഹൈ പറയാണ്. എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഓണത്തിന് ഒരുക്കിയിരിക്കുന്നത്? ഓണത്തിന് കൂടുതലായിട്ട് നമ്മൾ ബ്രൊക്കേഡിൽ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്, കോട്ടൺ ബേസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേരള തീമിലാണ് ഈ കളക്ഷൻസ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മൾ ഡയബിളിൻ്റെ ആ ഒരു കോമ്പിനേഷനിലും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളൊരു 6 months മുന്നേ തന്നെ റിസർച്ച് എല്ലാം ചെയ്ത് അതിൻ്റെ ബേസിലും സോർട്ട് ചെയ്തെല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാം ഡിസൈൻ സെറ്റ് ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ ഒരു ഡിസൈനർ കൂടിയാണ്. ഇവിടെ ഓരോന്ന് എന്തൊക്കെ വേണം, എന്തൊക്കെ വെക്കണം എന്നുള്ളത് അത് തീരുമാനിക്കുന്നത് നമ്മുടെ ഡിസൈനറാണ്. പേര് സത്യത്തിൽ ഞാൻ മറന്നു കേട്ടോ. അഞ്ജുഷ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഓണം മാത്രമല്ല, നമുക്ക് 365 days മൂവിങ് ആയിട്ടുള്ള എല്ലാം റണ്ണിങ് മെറ്റീരിയൽസും ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ക്രിയേറ്റീവ് ആയിട്ടുണ്ട്. അത് വേണം, ഇത് വേണം, ഇതൊക്കെ എവിടെ വന്നാൽ കിട്ടും നമുക്ക്? ഹോണർ ഏജൻസി. യെസ്. അപ്പോൾ ലൊക്കേഷൻ നമുക്കൊന്ന് പറയാം. അതിന് മുന്നേ നമുക്ക് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓണത്തിൻ്റെ തുടങ്ങാം അല്ലേ? എന്നിട്ട് നമുക്ക് ബാക്കി 365 days കാരണം ഓണം ഇപ്പം ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്കമ്മിങ് ആ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ കടയിൽ നിന്ന് കിട്ടാത്ത പല ഡിസൈൻസ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഒന്ന് പറഞ്ഞ ഇതൊക്കെ. ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഡയബിളിൻ്റെ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഡൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് പോലെ ബേസ് വരുന്നത് ഡോള സിൽക്കിലും റഷ്യൻ സിൽക്ക്, ചന്തേരി, അതേപോലെ തന്നെ കോട്ടൺ, ഓർഗൻസ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിൻ്റെ ബേസിൽ വരുന്നുണ്ട്. ഈ സെക്ഷനിൽ പുതിയതായിട്ട് നമ്മൾ കുറച്ച് പാനൽ ഫാബ്രിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൊക്കേഡിൽ തന്നെ വരുന്നുണ്ട്. ഇതിലും നമുക്ക് ഡൈ ചെയ്തെടുക്കാം. ഏറ്റവും മൂവിങ് ആയിട്ട് നമുക്ക് ഇതേപോലെ ജോർജറ്റിൽ ലൂറെക്സ് ലൈൻസ് വരുന്നുണ്ട്. ഈ ഒരു ഓണത്തിന് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഓണം കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൈ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെറൈറ്റീസ്. ഇനിയിപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഓരോരോ പീസ് എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര മീറ്റർ വെച്ച് എടുക്കണം? കാരണം ഇത് ഹോൾസെയിലാണ്, വീണ്ടും പറയാം, ഇത് റീറ്റെയിൽ അല്ല. അപ്പോൾ ഹോൾസെയിൽ ആകുമ്പോൾ എത്ര ഇത് വെച്ചിട്ട്? മിനിമം 10 മീറ്റർ ആണ് ഒരു ഡിസൈനിൽ കട്ട് ചെയ്യാൻ വരുന്നത്. അതും സ്റ്റാർട്ടപ്പ്കാർ, ബൂട്ടിക്ക്, ടൈലറിങ് നടത്തുന്നവർ, കടക്കാർ, അവർക്കൊക്കെയാണ് ഇവിടെ എൻട്രി. റീറ്റെയിൽക്കാർ പ്ലീസ് ദയവേത് വിളിക്കരുത്, അവർക്കൊന്നും ഇവിടെ എൻട്രി ഇല്ല. കാരണം ചില ഇത് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നും വേണം അങ്ങനെ വന്ന് പ്ലീസ് ബുദ്ധിമുട്ടിക്കരുത്. കാരണം അത്യാവശ്യം നല്ല തിരക്കൊക്കെയാണ്. അപ്പം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ വെറൈറ്റീസ് അതിൽ പ്ലെയിനിലും ഉണ്ട് അല്ലേ? പ്ലെയിൻ ഡയബിൾ ഉണ്ട്. ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ആ ഒരു സിൽക്ക് ബേസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഹബുത്തായി, ഡോള, അതേപോലെ തന്നെ സിൽക്ക് ബേസിൽ വരുന്നുണ്ട്, കോട്ടൺ ബേസിൽ വരുന്നുണ്ട്, ജോർജറ്റ് ബേസിലെല്ലാം വരുന്നുണ്ട്. സാറ്റിൻ ഫിനിഷ് ഉണ്ട്, ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഇതിന് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം. പാച്ച് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടത്തിനായാലും ഡയബിൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പലതരം ഡയബിളിൽ മാത്രമായിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഹക്കോബയുടെ കളക്ഷൻ ആണ്. ഇത് നമുക്ക് ഡയബിൾ തന്നെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ എല്ലാ സീസണിലും മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു ഫാബ്രിക്. ഇത് കൂടുതൽ ഈ ഒരു സെക്ഷനിൽ ഹക്കോബ വരും. ഇത് നമ്മുടെ കെമിക്കൽ ലേസ് വന്നിട്ടുള്ളതാണ്. ഇത് ഡയബിൾ ആണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വെഡിങ്, അതേപോലെ തന്നെ കിഡ്സ് വെയറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക്. നെക്സ്റ്റ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓർഗൻസിം ജോർജറ്റ് ബേസിൽ വന്നിട്ടുള്ള ചിക്കൻകാരി ഫാബ്രിക് ആണത്. മെഷീൻ എംബ്രോയിഡറി ആണ് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോട്ടൺ ചന്ദരി ആ ബേസ് വരും. മറ്റേത് പറയുമ്പോൾ ഒരു സിൽക്ക് ബേസ് ആ ഒരു ബേസിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വൈറ്റ്, ക്രീം, ഗോൾഡൻ കളർ അതിനൊക്കെ വെച്ചിട്ടുള്ള കുറെ ഡയബിൾസ് ആണ്. ഇതും ഡയബിൾ ആണോ? ഇതും ഡയബിൾ ആണ്. കോറ കോട്ടന്റെ ബേസിൽ മൾട്ടി കളർ ത്രെഡ് എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഡിസൈൻസ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കളക്ഷനാണ്. ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു കളക്ഷനാണ്. അപ്പൊ നമ്മൾ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറയുകയാണ് നമുക്ക് ഇങ്ങനെ വേണമെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഇവരെ തന്നെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് എങ്ങനെ വേണം, ഏത് വേണം, ഈ പ്രാവശ്യം ഓണത്തിന് ആരെന്തൊക്കെ ഇടണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് ഈ ഒരു സെക്ഷൻ വരുന്നത് ഹക്കോബയുടെ തന്നെ കോറ കളറിൽ വന്നിട്ടുള്ളതാണ്. കോട്ടൺ ബേസ് ആണ് കൂടുതൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും ആ ഒരു സെക്ഷൻ തന്നെയാണ്. കോറ കോട്ടൺ കുറച്ചുകൂടെ മൽ ബേസിൽ വന്നിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ട്. പിന്നെ അടിയിലും കുറെ സംഭവങ്ങൾ ഇതെല്ലാം ബ്രൊക്കേഡിൽ വന്നിട്ടുള്ളതാണ്. ഓണം ആ ഒരു സീസണ് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഓടിപ്പിച്ച് കാണിക്കുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് കാണാം. അപ്പോൾ ഈ ഇഷ്ടം പോലെ കളക്ഷൻസ് കാണാനായിട്ട് എവിടേക്കാണ് വരേണ്ടത്? ഹോണർ ഏജൻസി നമ്മുടെ ഷോപ്പ് വന്നിട്ടുള്ളത് ബ്രോഡ്വേയിലാണ്, എറണാകുളം ബേസ് ചെയ്ത്. അവിടെ ഒരു പള്ളി അങ്ങടില്ലേ? CSA പള്ളിയുടെ അടുത്താണ്. നമുക്ക് ആ പള്ളിയുടെ പേരറിയില്ല. ഇപ്പൊ തൊട്ടപ്പുറത്ത് ആ സിലോൺ ബേക്കേഴ്സിന്റെ പേരറിയാം. അതാണ് കുറച്ചുകൂടി നമ്മുടെ വയറ്റിലേക്ക് കയറുന്ന കാര്യമല്ല നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് അടുത്താണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. അവിടെ തന്നെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ
നമ്മൾ നിൽക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ബുട്ടിക് ആയിട്ടുള്ള ഐറ്റംസ്, ഫൈബ്രിക്കിൻ്റെ, ഇത് കൂടാണ്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീമിയം കളക്ഷൻ സാരീസും കേരള സാരീസും അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് അടുത്തത് വരുന്നത് ഇത് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ സെക്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. പ്യുവർ ആയിട്ടുള്ള മംഗലഗിരി കോട്ടൺ ആണ് വരുന്നത്. ഈ ഒരു ഓണം സീസൺ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. കളേഴ്സിന്റെ ഒരുപാട് കോമ്പിനേഷൻ വരും. ജസ്റ്റ് സാമ്പിൾ മാത്രമേ കാണിക്കുന്നത്. അപ്പോൾ അത് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഔട്ട് ആവും ഈ ഒരു പെട്ടെന്ന് ആവും അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ സൺഡേ ഓപ്പൺ ആണ്. അത് എടുത്ത് പറയാണ്. സാധാരണ നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സൺഡേ ഓപ്പൺ ആവാറില്ല. പക്ഷേ ഫെസ്റ്റിവൽ സമയത്തും സീസൺ ഈ ഒരു ഓണം സീസണിൽ ഈ ഒരു ഓണമല്ല കേട്ടോ, ഇനി അടുത്ത ക്രിസ്മസ്, വിഷു, അങ്ങനെ ഏതൊരു ഫെസ്റ്റിവലൊക്കെ ഉണ്ട് ആ ഫെസ്റ്റിവൽ സമയത്തൊക്കെ നമുക്കിവിടെ സൺഡേ ഓപ്പൺ ആണ്. ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ വരെയാണ് ഷോപ്പിന്റെ സമയം വരുന്നത്. 9:30 to 6. ഓക്കെ. ഈ ഒരു സമയത്ത് നമുക്ക് കയറി വരാം. പക്ഷെ ഓണമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ 1 മണി 2 മണി വരെയൊക്കെ അവിടുന്ന് കസ്റ്റമേഴ്സ് പോകണം. അത്രയ്ക്കും തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ജയ്പൂരി കളക്ഷൻസ്. കോട്ടൺ ബേസിൽ വന്നിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിന്റെ കോമ്പിനേഷനാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബേസ് ആണ് ഇതെല്ലാം വരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രിന്റ് എല്ലാം ഉണ്ട്. മുഗളായി പ്രിന്റും അതേപോലെ തന്നെ ബാഗ്രു, സംഗിനേരി എല്ലാ പ്രിന്റും നമ്മൾ ഈ ഒരു കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ പ്രിന്റും ഉണ്ട്. നമുക്ക് കഫ്താനായിട്ടും അതേപോലെ തന്നെ കോസെറ്റായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് പോലെ. ഇതെല്ലാം നമ്മൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇൻഡിഗോ ബ്ലൂ കോമ്പിനേഷനിൽ വരും. സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ എല്ലാം ബേസ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ 20 മീറ്റർ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ? അത് ഓരോ മണ്ടിലും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇത് ഷോപ്പുകാർ അല്ലെങ്കിൽ ബുട്ടിക്കാരൊക്കെ മേടിക്കുന്നവർക്ക് അറിയാം അതിൽ എത്രയാണ് വീതി, നീളം, കാര്യങ്ങളൊക്കെ. കാരണം അവർക്കറിയാം വേസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് അത് തയ്ച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റി ഇതായി ഇൻഡിഗോ, ആ സോഫ്റ്റ് കോട്ടണിൽ തന്നെ ഇതാ ഇത് ഫുൾ അതിൻ്റെ കളക്ഷൻസാണ് വരുന്നത്. ഇതും അതിൻ്റെ തന്നെയല്ലേ? സെയിം തന്നെ വരുന്നത്. ഇതും ഫുൾ ആ സെയിം കോട്ടൺ ബേസിൽ തന്നെ വരുന്നത്. സോഫ്റ്റ് കോട്ടൺ കേട്ടോ. കോട്ടണിൽ തന്നെ ഇഷ്ടംപോലെ കോട്ടൺസ് ഉണ്ട്. അതിൽ സോഫ്റ്റ് കോട്ടൺ നമ്മുടെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടാണ് ഈ ഒരു കോട്ടൺ കളക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അജ്രക്കിൻ്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ കളക്ഷൻസ് അജ്രക്കിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കാണിക്കാണ്ട് പറ്റില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ റാക്കിൽ ഇരിക്കുന്നേക്കാളും നല്ലത് ഇതിൻ്റെ പ്രിൻസ് കണ്ടോ. ഇതൊക്കെ വെറൈറ്റി പ്രിൻസ് ആണ് കേട്ടോ. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് സാമ്പിൾസ് കാണിക്കണം. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കലംകാരി, അജ്രക്, മോഡാൽ എന്നൊക്കെ പറയണല്ലേ. എല്ലാ സീസണിലും നിൽക്കുന്ന ഒരു കളക്ഷനാണ് നമുക്കിത്. കലങ്കാരിയുടെ പുതിയ പ്രിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ റാക്കി കയറിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ പുതിയത് എപ്പോഴും ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ പറ്റും. കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഫാബ്രിക്കിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ എപ്പോഴും ഫാഷൻ മാറിക്കൊണ്ടിരിക്കില്ല. അതിനനുസരിച്ചിട്ട് ട്രെൻഡിനനുസരിച്ച് നമ്മളിവിടെ എല്ലാ റാക്കും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഒരു സെക്ഷനാണ്. നമ്മൾ കോട്ടൻ്റെ കൂടെ തന്നെ ആ ഒരു സെറിയുടെ കോമ്പിനേഷനും കൂടെ കൊടുത്തിട്ടുള്ളതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ചന്തേരി കോട്ടൺ ആണ് ബേസ് വരിക, സെറിയുടെ കോമ്പിനേഷൻ വരും. ഇപ്പോൾ ഈ സെറിയിൽ വരുന്നത് ഇപ്പോൾ ഇത് സിൽവർ ആണെങ്കിൽ ഇതിൽ ഗോൾഡിൻ്റെ അങ്ങനെയും വരുന്നുണ്ട്. നോർമലി ഈ ഒരു ഷെയ്ഡിലാണ് എല്ലാം വരുന്നത്. പിന്നെ ഒരു ടിഷ്യൂവിന്റെ പ്രിന്റ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്ക്ലൂസീവ്ലി കൊടുത്തതാണ് ഈ ഒരു സീസണിന് വേണ്ടി. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചന്തേരി ആണെങ്കിൽ ഇത് ടിഷ്യൂ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടിഷ്യൂവിൽ തന്നെ സെയിം ഇങ്ങനെ പ്രിന്റ് ഇത് ഫുൾ കാണുന്നത് വീവിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻസാണ് കാണുന്നത്. ഈ കാണുന്നത് മൊത്തം സെറിയുടെ വീവിങ് ആണ് വരുന്നത്, പ്രിന്റ് അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇത് കാന്തേര വർക്ക്, കാന്തയിൽ പ്രിന്റ് വരുന്നതാണ് കേട്ടോ. അതിൽ പല പ്രിന്റ്സിലും അതൊക്കെ എപ്പോഴും 365 ഡേയ്സ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി വണ്ണമുള്ളവരായാലും വണ്ണമില്ലാത്തവർക്കാകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ നമുക്ക് 2 എണ്ണം തയ്ക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതാകുമ്പോൾ എല്ലാ സീസണും നിൽക്കും. ഒരു ക്ലാസിക് കളക്ഷൻസ് ചൂസ് ചെയ്യുന്നവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കോട്ടൺ. ഓക്കെ. ഇനി വരുന്നത് നമുക്ക് കുറച്ച് ഫാൻസിയാണ്. ആ ഫാൻസി കാണിക്കാനും മുന്നേ എനിക്ക് ഇവിടത്തെ കാര്യം ഒന്ന് പറയാണ്ട്. ഇത് അടിപൊളി ഒരു സാരിയാണ്, റണ്ണിങ് ആണ്. നമ്മൾ സാരി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഇനി ഞാൻ എന്ത് പറയാൻ നോക്ക്, പക്ക ഒരു സാരിയുടെ ഒരു പീസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒരു സിൽക്കി മെറ്റീരിയൽ, സിൽക്ക് ബേസ് ആണ് വരുന്നത്. നമ്മൾ ബോർഡറിലെ ഒരു കട്ട് വർക്കും ത്രെഡിന്റെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാലില്ലേ, അവിടെ ദൂരത്തുനിന്ന് ഞാൻ നിന്നപ്പോൾ ഇത് പ്രിന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത് വന്നിങ്ങനെ നോക്കിയാൽ ഇത് ത്രെഡാണല്ലോ, അത്രയ്ക്കും പെർഫെക്റ്റ് ഫിനിഷിങ് കണ്ടോ. പക്ക ഈ പ്രിന്റ് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ത്രെഡ് വർക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല, ഫുൾ പക്ക പെർഫെക്റ്റ്. അതും റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ ആണെന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം നമുക്ക് എല്ലാ പാറ്റേൺ ബേസ് ആയിട്ടുള്ള കോസ്റ്റ്യൂമും ചെയ്തെടുക്കാം, സാരീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ഇതിൽ മിക്സ് മാച്ച് ആയിട്ട് അത് പിന്നെ ബുട്ടിക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഇവിടുത്തെ ഫാൻസി ഐറ്റംസ് ഒന്ന് കാണാം. ഈ ഒരു ഫാൻസി ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞാൽ ഓർഗൻസ സോഫ്റ്റ് ആയിട്ടുള്ളതിന്റെ ബേസിൽ
നമ്മൾ ത്രെഡിൻ്റെ ആ ഒരു വർക്കാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ത്രെഡ് എംബ്രോയിഡറി വരും. ആ ഒരു സെക്ഷനിൽ നമ്മൾ സീക്വൻസിൻ്റെ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. ജോർജറ്റ് ബേസ് ആണ് അത് കൂടുതൽ വരും. ജോർജറ്റിൽ സീക്വൻസ് വർക്ക് വരുന്നത് ഇതാകുമ്പോൾ നമുക്ക് നെറ്റിൽ സോഫ്റ്റ് ഓർഗൻസിൽ ഇത് ഓർഗൻസിൽ നമുക്ക് ഫുൾ വർക്ക് വന്നിട്ടുള്ളത്. ഇതാകുമ്പോൾ ത്രെഡ് വർക്കാണ് ഇടയിൽ കൂടെ പോയിട്ട് അങ്ങനെ. ഇത് കേസർ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ്. കോമ്പിനേഷൻ നല്ലതായിരിക്കും. പിന്നെ ട്രഡീഷണലിൽ വരുമ്പോൾ നമുക്ക് ഇക്കത്തിൻ്റെ ഒക്കെ കളക്ഷൻസ് വരും. ഇത് ചന്തേരി കോട്ടണിൽ വന്നിട്ടുള്ള ഫില്ലിംഗ് ആണ്. നോർമലി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്കാണ് നോർമലി കാണുക. പക്ഷെ നമ്മൾ ബേസിലാണ് ആ ഒരു ത്രെഡിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നത്. ഓക്കെ ഓപ്പോസിറ്റ്. അപ്പോൾ കണ്ട ഡിസൈൻ തന്നെ അങ്ങോട്ട് മാറി മറിഞ്ഞു ഇഷ്ടം പോലെ. എല്ലാം കോട്ടണിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത്. നമുക്ക് ത്രെഡിൻ്റെ വർക്ക് ഉള്ളതുണ്ട്, ഈ ഒരു ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ സൗത്ത് കോട്ടൺ ബേസിൽ വന്നിട്ടുള്ളതാണ്. വീവിങ്ങിലാണ് എല്ലാം വരിക. ഫുൾ വീവിങ്ങിലാണ് കേട്ടോ. ഇതിലിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ കോമ്പിനേഷൻ കാണുന്നത്. അപ്പോൾ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ചോദിച്ചാലും ഉണ്ടാവും. എന്തായാലും നേരിട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. വീഡിയോ കോൾ എന്നൊക്കെ പറയുമ്പോൾ 1 മണിക്കൂർ കണ്ടാലും തീരില്ല. നേരിട്ട് വരുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കണ്ട, വന്ന് ഇങ്ങനെ ഓരോന്ന് അല്ലേ നോക്കിയെടുക്കാം. ഫാബ്രിക് ഫീൽ ചെയ്തെടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഡയറക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു ഐഡിയ വരും. ഫാബ്രിക് കാണുമ്പോൾ തന്നെ അതിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, എങ്ങനെ രീതിയിൽ പോകണം എന്നുള്ളത്. വീഡിയോ കോൾ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ലല്ലോ. ബ്യൂട്ടിക്കാരൊക്കെ ആകുമ്പോൾ ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും, ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് മാച്ചാവും, ഇതിൻ്റെ കൂടെ അത് മാച്ചാവും ഇല്ലേ. നമ്മുടെ ഓൺലൈൻ ടീം നല്ലൊരു ടീമാണ്. സോ നിങ്ങൾക്ക് അബ്രോഡുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ വീഡിയോ കോൾ ത്രൂ എടുക്കാം. അപ്പോൾ അവർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് തരും. എങ്ങനെയാണ് കോമ്പിനേഷൻ ഐഡിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നും അറിയാത്തവർ വരെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. പിന്നെ വരുന്നത് ഓർഗൻസയുടെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. നോർമലി സ്റ്റിഫായിട്ടുള്ള ഒരു ഓർഗൻസയാണ് വരിക. ഇത് നല്ല ഫ്ലോയി ആണ്. ഭയങ്കര സോഫ്റ്റ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സാരി ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ ഒരു നല്ലൊരു ഡിസൈനർ ബ്ലൗസ് ആണെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ആയാലും ഇതിൽ മാച്ച് ആയിപ്പോൾ അതൊക്കെ ഞാൻ ഈ ബുദ്ധി പറഞ്ഞു തന്നില്ല, ഞാൻ നിങ്ങൾ ട്രിക്ക് ഇനി പറഞ്ഞു തന്നില്ല. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതാ വലുത് ചെറുതായിട്ട് കൂടുതൽ ഫ്ലോറലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സീസൺ ബേസിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് സീസൺ കഴിഞ്ഞാലും ഇതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുമ്പോൾ 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഫെസ്റ്റിവൽ സീസൺസ് എല്ലാം പെടും. എല്ലാ തരം വെറൈറ്റീസ് ഓരോരോ സമയത്ത് നമുക്ക് ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. അതാണ് ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. അപ്പോൾ അടുത്തേക്ക് കടന്നാലോ? ഇത് സെമി മൊഡാളാണ്. നമ്മൾ പ്യുവർ മൊഡാളിൽ വരുമ്പോൾ വെജിറ്റബിൾ ഡൈ ആയിരിക്കും വരിക. അത് നല്ല രീതിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ബ്ലീഡൊന്നും ചെയ്യാത്ത രീതിക്ക് നോക്കണം. എന്നാൽ ആ ഓപ്ഷൻ നോക്കാത്തവർക്ക് അജ്രക്ക് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെമി മോഡാളിൽ നമ്മൾ അജ്രക്ക് പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ. പക്ഷേ എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല ഇത്ര. പക്ഷെ ആ ബഡ്ജറ്റ് ഒന്നും ഇവിടെ വരുമ്പോൾ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകും. അതാണ് ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത പറയാം. പിന്നെ ഇവിടെ നല്ലൊരു ഫാൻസി ഐറ്റം ഇരിക്കുന്നുണ്ട്. ഇത് ഓർഗൻസയിൽ അത്യാവശ്യം ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വർക്കൊക്കെ വന്ന് നോക്കിയാലേ ഇനി അറിയാൻ പറ്റില്ല. ഇതിൽ തന്നെ നമുക്ക് കുറേ കളേഴ്സും ഉണ്ട്. ഗ്രീനും ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ വെറൈറ്റി ലെവൻഡർ ഷെയ്ഡ് ഉണ്ട്, കളേഴ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയാണ്. ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ച് ഇതൊക്കെ പുറത്തേക്ക് എടുക്കുക എന്നല്ല കണ്ടോ. ഇതൊക്കെ നല്ല നല്ല വർക്ക് കയറിയിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ അതിൻ്റെ തന്നെ നേരത്തെ കണ്ടതിൻ്റെ തന്നെ നമുക്ക് ഗ്രീൻ വരുന്നുണ്ട്, ലെവൻഡർ, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി വരുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനാണ്. ഇതിൽ നമ്മൾ ചന്തേരിയിൽ ത്രെഡ് എംബ്രോയിഡറി ഉണ്ട്. മലായി ചന്തേരിയാണ് വരുന്നത്. കോട്ടയിൽ ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഇത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഡബിളും സിംഗിളും ആയിട്ടുള്ള ഇക്കത്തിൻ്റെ ഫാബ്രിക് ബേസ് ഉണ്ട്. സെമി ലിനനിൽ വരുന്ന പ്രിൻറ്റുകളുണ്ട്. ഇതെല്ലാം ആ ഒരു മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തേക്ക് എടുക്കാം അല്ലേ. ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇത് നമ്മുടെ കുറച്ച് ഫാബ്രിക്സ് തന്നെയാണ്. സോ ഇതെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആണ്. സിൽക്കും കോട്ടൺ ബേസിലും ബോർഡർ ഫിനിഷിങ്ങിലൊക്കെ വരുന്നത്. ഇത് കൂടാതെ നമ്മൾ കുറച്ചും കൂടെ പുതിയ കളക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോട്ടാ ചെക്കിലൊക്കെ ചിക്കൻ കാരിയുടെ ആ ഒരു റെഫറൻസോട് കൂടിയിട്ടും ത്രെഡ് എംബ്രോയിഡറിയുടെ ഫില്ലിംഗ് എല്ലാം വരുന്നത്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ. നമ്മുടെ തന്നെ ഓൺ ക്രിയേറ്റിവിറ്റി. അപ്പം നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബുട്ടിക്കാരുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ സാധാരണ ഒരു സിംഗിൾ പേഴ്സന്റെ കയ്യിലേക്ക് എത്താനായിട്ടല്ല. അതെ, ഇത് സാധാരണ ഒരു ഡ്രസ്സ് മേടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വേഗം ഡ്രസ്സ് ഇടാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു എഫോർട്ട്, ഇത് വലിയൊരു എഫോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കോട്ടണില് മിറർ വർക്ക് വരുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കണ്ടില്ല. ഇതല്ല, ഒരുവിധം മിക്കതും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും 365 ഡേയ്സ് മൂവ് ആയിട്ടുള്ളത് കലംകാരി, മൊഡാൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഇതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് കാണുന്നു കേട്ടോ. ഇത് ഡയബിൾ ആണ്. സോ നമുക്ക് ഡൈ ചെയ്ത് യൂസ് ചെയ്യാം.
ഡൈബിളാണെന്ന്. പക്ഷെ അടിപൊളിയാട്ടോ. അപ്പൊ ഡൈ ചെയ്യുമ്പോൾ ഈ കളർ മാറില്ല അല്ലേ? ഇത് മാത്രം മാറും. അപ്പൊ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അടിപൊളി, സൂപ്പർ, ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഓവറോൾ. ഇത് വരുമ്പോ നമുക്ക് ഇത് ടിഷ്യൂല് നമുക്ക് ഫ്ലോറൽ കൊടുത്തിട്ടുള്ളതാണ്. ടിഷ്യൂല് ഇതൊരു ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കണം. റോങ് സൈഡ് ആണ്. സെയിം തന്നെ, സെയിം തന്നെയാണ്. ഞാനിത് കണ്ടപ്പോൾ ഇനിയിപ്പോ ഇതിന്റെ ഷാഡോ ആയിട്ടുള്ള ഒരു പ്രിന്റ് വരുന്നുണ്ട്, അതാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ടിഷ്യൂല് വരുന്ന വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഒരു പ്ലെയിനിൽ കസവായിട്ടുള്ളത് അതുണ്ട്. പക്ഷെ നമ്മുടെ മെയിനായിട്ട് ഇതല്ല കേട്ടോ. നമ്മുടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള കുറേ സംഭവം, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഇതെന്നൊക്കെ പറയുമ്പോൾ അതാ കസവിൽ ബോർഡറിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻറ്റിൽ വരുന്നുണ്ട്. ഇത് ഡിജിറ്റൽ പ്രിൻറ്റിൽ കസവ് വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് പ്ലെയിനിൽ അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ആയിട്ട് കയറി ബോർഡർ വരുന്നുണ്ട്. അങ്ങനെ ബോർഡറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂറൽ വരുന്നുണ്ട്. ഇത് മ്യൂറലിൻ്റെ പ്രിൻറ്റ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റ് ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ടിഷ്യൂൻ്റെ കുറേ പ്രിൻസ് ഉണ്ടല്ലോ, ഇപ്പം ഏതൊക്കെ എടുത്ത് കാണിക്കേണ്ടത്. ഇതല്ലാതെ പിന്നെ ഇപ്പോൾ മൂവിങ് ഉള്ളത് ഈ ലൈൻ പാറ്റേൺ ആണ്. ഇത് കുറച്ച് മൂവിങ് മറ്റേ സാരീസിനൊക്കെ കൂടുതൽ പോകുന്നത്. കാരണം കസവിൻ്റെയും കോട്ടൻ്റെയും കോമ്പിനേഷൻ നമുക്ക് നോർമലി ആ ഒരു ബോർഡറിൽ മാത്രമേ വരുള്ളൂ. പക്ഷെ നമ്മളിത് ആ ഒരു ബോഡിയിലേക്കും കൂടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, എന്നാൽ കുറച്ച് ഹെവി അല്ലാതെ സിമ്പിളായിട്ടും കൂടെ കാണാൻ പറ്റുന്ന രീതിക്ക് ഇതിൽ ശരിക്കും ഡിസൈനർ ബ്ലൗസ് ഇടാല്ലേ? ബ്രൊക്കേഡ് ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. നല്ല അടിപൊളിയായ ലുക്കായിരിക്കും. അതിൽ ലൈൻ വരുന്നുണ്ട്, ചെക്ക് വരുന്നുണ്ട്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റീസ്. അതിൽ ലൈനിൽ തന്നെ വീതി കൂടിയത്, കുറവുള്ളതും, അങ്ങനെ ഗ്യാപ്പ് കൂടിയത്, ഗ്യാപ്പ് കുറഞ്ഞത്, അങ്ങനത്തെ വെറൈറ്റീസാണ്. പിന്നെ കാണുമ്പോൾ പുറമേ നിന്നൊക്കെ നമുക്ക് ഇതൊരു ടിഷ്യൂ ബേസ് അല്ലെങ്കിൽ കോട്ടൺ ബേസ് ആയിട്ട് കാണും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ പ്രിന്റ് വർക്ക് അങ്ങനത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സാമ്പിൾ ചെയ്യിപ്പിച്ചാണ്. ഇതേപോലെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് എടുക്കാം നമുക്ക്. കണ്ട, ഞാൻ പറയില്ലേ, അത് എടുക്കുമ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങൾ അറിയില്ല. കണ്ട, സ്കാലപ്പ് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ട്. ഇത് ഡയബിൾ ആണ്. സോ ലൂറക്സ് ലൈനിൽ വരുന്നതാണ്. ഇത് കൂടാതെ ഈ ഒരു സെയിം തന്നെ നോക്കുന്നവർക്ക് ഇതേപോലെ നമ്മൾ കസവിലും കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഈ സ്കാലപ്പ് ഒന്ന് സൂം ചെയ്ത് നോക്കിയേ. നല്ല അടിപൊളി ഒരു സ്കാലപ്പാണ് ചെയ്തിരിക്കുന്നത്. സ്കാലപ്പ് മാത്രമല്ല, ഇത് കൂടാണ്ട് ആ ഒരു ബോർഡറിൽ ദാമനിൽ ഇഷ്ടം പോലെ വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ഇത് കുറച്ചുകൂടി ചെറിയ കൂടിയ ടൈപ്പ് ആയിട്ട് വരുന്നത് പാറ്റേണിൽ വരുന്ന ഇത് തന്നെ കുറച്ചും കൂടെ ബോർഡർ ഫിനിഷിങ്, കുറച്ചും കൂടെ തെളിഞ്ഞ ഗോൾഡ് വേണം എന്നുള്ളവർക്കുള്ള ഒരു ഓപ്ഷനാണ്. നല്ല ഉദിച്ച് നിൽക്കുന്നത് അല്ലേ? 2 ടൈപ്പ് ഗോൾഡൻ വരുന്നുണ്ട് കേട്ടോ. ഇത് വരുന്നുണ്ട്, ഈ ജെറി വരുന്നുണ്ട്. ഇത് ചെക്ക് പാറ്റേൺ സോഫ്റ്റ് കോട്ടൺ ബേസിലാണ് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ആ ഒരു പ്രിന്റഡ് കോമ്പിനേഷനിൽ വരുന്നത്. പിന്നെ റോസ് സിൽക്കിന്റെ ആ ഒരു ഇതിലും വരുന്നുണ്ട് ടിഷ്യൂല്. ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾഡിന്റെ ഷെയ്ഡ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇടിപ്പിക്കണം. അത്രയും വെറൈറ്റീസ് കോമ്പിനേഷൻ ആണ്. അജ്രക്കിന്റെ പ്രിന്റ് ആണ് കേട്ടോ. അത് അതില് പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റ് ഉണ്ട്. പ്രിന്റ് ഇഷ്ടം പോലെ. അതിൽ കഥകളി വേണോ, ഏത് മോഡൽ വേണമെങ്കിൽ അതുണ്ട്. ഇനി പറഞ്ഞ് ചെയ്യിപ്പിച്ച് തരുമോ? നമുക്ക് ഇങ്ങനെ ബൾക്കായിട്ട് വേണം. ബൾക്കായിട്ട് മീറ്റർ കുറച്ച് കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ. 100 മീറ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഡിസൈൻ അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തും കൊടുക്കും. അപ്പം നമ്മൾ പറയുന്ന ഡിസൈൻസിൽ നമുക്ക് അതും ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം ഓർഗൻസയിൽ വന്നിട്ടുള്ള ഓർഗൻസിൽ ഇത്രയും വീതിയിൽ അല്ലേ? അതിന്റെ എപ്പോഴും വർക്കുകളൊക്കെ മാറും കേട്ടോ. ആ വിവിയും കാണുന്നതൊക്കെ മാറും. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇത് ഫുൾ കോട്ടൺ ആണ്. കസവിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വീതിയാണ് കോമ്പിനേഷൻ പോകുന്നത്. 2 ഇഞ്ച് മുതൽ 12 ഇഞ്ച് ഒക്കെ വരെയാണ് വരുന്നത്. ഈ കാണുന്നത് ഇങ്ങനെ പുറമെ കാണുമ്പോൾ ഒക്കെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ബേജ് കളർ, ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെ കാണും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഒളിച്ചിരിക്കുന്ന സംഭവങ്ങൾ കാണാനായിട്ട് ഡെഫിനറ്റ്ലി എവിടേക്ക് വരണം? ഓണർ ഏജൻസിയിലേക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രമല്ല, ഇത് കൂടാണ്ട് അപ്പുറത്തെ സെക്ഷനും ഉണ്ട്. അപ്പുറത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ? പ്ലെയിൻ ഫാബ്രിക് ആണ് കൂടുതൽ വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് സ്ലബ് കോട്ടൺ ആണ്. ലൈറ്ററും ഡാർക്കറും പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് നമ്മൾ ഈ ഒരു കളർ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഡിസൈൻസ് ആയിട്ടുള്ളത്, ചെറിയ ബുട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്രൊക്കേഡ് തന്നെ വേണം, എന്നാൽ റേഞ്ച് കുറച്ച് നോർമൽ റേഞ്ചിൽ വേണം, സിമ്പിൾ ബുട്ടയൊക്കെ വേണം എന്നുള്ളവർക്കുള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് ഫുൾ സ്ലബിൻ്റെ തന്നെ കളക്ഷൻസ് വരും. സ്ലബിൻ്റെ കളക്ഷൻസിൽ തന്നെ നമുക്ക് കളേഴ്സ് ഏത് വേണമെന്ന് പറയണമെങ്കിൽ അതൊക്കെ ഇവിടെയുണ്ട്. ഇങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ മുകളിൽ മൊത്തം ഈ ഫുൾ ഇതിൻ്റെ കളർ ചാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഏത് കളേഴ്സ് വേണമെങ്കിൽ ആ കളേഴ്സ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും. പക്ഷെ ഉള്ളി കടക്കാർക്ക് മാത്രം. അത് എടുത്തെടുത്ത് വീണ്ടും പറയാണ്ട്. കാരണം കാണുമ്പോൾ ചിലർ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഈ ഹോൾസെയിൽ എന്നുള്ള വാക്ക്
കേൾക്കാണ്ട് പോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഹോൾസെയിൽ. ഇതും പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൽ നമുക്കൊരു സെമി സിൽക്കിന്റെ ബേസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് വിചിത്രയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂണിഫോം സാരി കൊണ്ട് ചെയ്യുന്നുണ്ട്. സോ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലെയിനിൽ തന്നെ നമുക്ക് വിചിത്ര സിൽക്ക് ഉണ്ട്, ക്രഷ് മെറ്റീരിയൽ ഉണ്ട്, ഓർഗൻസ് ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, സ്ലബ് മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ എന്തൊക്കെ പേരുകൾ ബുട്ടിക്കിൻ്റെ ഉണ്ട് അതിൻ്റെ പ്ലെയിൻ കിട്ടുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു ക്രഷ്ഡ് ഓർഗൻസ് ഇത് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ പുതിയൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു ഷൈനിങ് ഒരു പാർട്ടി വെയർ നല്ല അടിപൊളി ഒരു ഗൗണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്ത് രസമല്ല കാണാം. ഇതിൻ്റെ തന്നെ കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ക്രഷിൽ തന്നെ ഇത് കുറച്ച് ഒരു പോപ്പപ്പ് ചെയ്തിട്ടുള്ള ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള വർക്കാണ്. ഇതിൽ തന്നെ വർക്ക് ഇല്ലാത്ത പ്ലെയിനിലും വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വെറൈറ്റീസ് അങ്ങോട്ട് കയറി പോവാം. പിന്നെ ഓരോരോ സെക്ഷനിലും ഓരോരോ ഡിസൈനർ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടുത്തെ ഡിസൈനർ ഞാനാണ്. പേര് ഇപ്പോഴും മറന്നു. അഞ്ജുഷ. ഓ കുറെ നല്ല സുന്ദരികളൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പേര് പിന്നെ മറക്കാണ്ടിരിക്കുക. അവിടെ ഒരു സുന്ദരിനെ ഉണ്ട്, ഇവിടെ ഒരു സുന്ദരി, ഇനി അടുത്തൊരു സെക്ഷനിൽ ഒരു സുന്ദരി കൂടി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി നെക്സ്റ്റ് സെക്ഷനും കൂടെ അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ നിങ്ങളല്ലല്ലോ ഇല്ല, അതിന് വേറെ സുന്ദരി ഉണ്ടാവുന്നു. ഞാൻ പേര് പറയില്ല, ഇനി സുന്ദരി എന്ന് പറയാന്നാ നിങ്ങളുടെ ഡിസൈനർ ടീമായിട്ട്. അപ്പം ഞാനിത് കൊണ്ടുപോവാണ്. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അടുത്തത് നമുക്ക് കേരള സാരി. അവിടേക്ക് പോവാം. ശരി, പോവാം. അടുത്തൊരു സെക്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടുത്തൊരു സുന്ദരിയുടെ അടുത്ത ഏത് സെക്ഷനിൽ പോയാലും ഓരോരോ ഡിസൈനർ ടീം ഉണ്ടാവും. അതിലത്തെ മെയിൻ ഡിസൈനർ ഈ ഒരു സെക്ഷനിലത്തെ നമ്മളാണ്. എന്താ പേര്? പ്രവീണ. ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ളത്? ഇവിടെ നമുക്ക് കേരള സാരിയുടെയും സെറ്റ് മുണ്ടിന്റെയും കളക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് പ്യുവർ കോട്ടണിലും പ്യുവർ ടിഷ്യൂലാണ്. അതായത് നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അത് കൂടാണ്ട് മാർക്കറ്റിൽ സാധാരണ ഓണം കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ കിട്ടാറുണ്ട്. അതിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീമിയം ആണ്. അതെ, അത് കൂടാണ്ട് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന നമ്മുടെ തന്നെ ഓൺ ഡിസൈൻ, നമുക്ക് ഓൺ ആയിട്ട് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ തന്നെ ചെയ്തെടുക്കുന്ന കളക്ഷൻസ്. അപ്പോൾ അത് കാരണം ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ചുകൂടി അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കിട്ടുന്നതായിരിക്കും. സാധാരണ എന്ന് പറയുമ്പോൾ റേറ്റ് കുറവിനും ഉണ്ട്, റേറ്റ് കൂടിയതും ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല പ്രീമിയം ആയിട്ടുള്ള സെറ്റ് സാരി സെറ്റും ഉണ്ട്. അത് ഇപ്പോൾ ഈ ഒരു സീസൺ ഐറ്റംസിൽ മാത്രമേ ഈ ഒരു സെറ്റ്, ഇത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ആവും. അപ്പോൾ ആ സീസൺ അനുസരിച്ചിട്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്തോരം വെറൈറ്റീസാ. അതെ, നമുക്ക് ഡേ ബൈ ഡേ വെറൈറ്റീസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും. അപ്പൊ പുറമെ കിട്ടാത്ത എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നെ നമുക്ക് അതിലേക്ക്. അപ്പൊ എന്താണ് വ്യത്യാസം എന്നുള്ളത്? അപ്പൊ അതിന് മുന്നേ ഇങ്ങോട്ട് ഇതൊന്ന് നോക്കിയേ. ഇത് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. ഇതിലെന്താണ് വ്യത്യാസം? സാധാരണ ഈ കസവിന്റെ വ്യത്യാസം അതൊന്ന് പറഞ്ഞേ. കസവ് നമുക്ക് 3-4 ടൈപ്പ് കസവ് കിട്ടും. ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ കസവാണ്. അതല്ലാണ്ട് നമുക്ക് ഹാഫ് ഫൈൻ കസവാണ് വരുന്നത്. അത് കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരും. അതിൻ്റെ കോട്ടൺ ആണെങ്കിലും നമ്മുടെ പവർലൂമാണ് നമുക്ക് വരുന്നത്. ഹാൻഡ്ലൂമിലെ സെയിം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഹാൻഡ്ലൂം പോലെ തോന്നിക്കുന്ന ഫീൽ ചെയ്ത് കിട്ടുന്ന വിധത്തിലുള്ള സെയിം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കളക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റീസ് ഇത് എന്താ അടിപൊളി ഒരു വെറൈറ്റി ആണല്ലോ. ഇത് നമ്മൾ ഓണത്തിന് ഇറക്കിയിരിക്കുന്ന പുതിയൊരു കളക്ഷനാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഫോറസ്റ്റ് തീമിലുള്ള പ്രിന്റാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തേക്കുന്നത്. ഓ സൂപ്പർ. അപ്പൊ ഈ പ്രാവശ്യത്തെ വെറൈറ്റി നിങ്ങളുടെ ഇതാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ ബൈ ഡേ കയറിക്കൊണ്ടിരിക്കും. അതിലൊരെണ്ണം മാത്രമാണിത്. ഓഹോ. അപ്പൊ ഇതിന്റെ പല്ലു നോക്കിയ സൂപ്പർ. അതുപോലെ തന്നെ അതിന്റെ കളർ എന്ന് പറയുമ്പോ ഇതിൽ എത്ര കളേഴ്സ്? നമുക്കൊരു 7 കളർ വെറൈറ്റി വരുന്നുണ്ട് ഇതിൽ. സെയിം 7 ഇതേ സെയിം ഡിസൈനിൽ തന്നെ 7 കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ 7 കളേഴ്സ് മൊത്തം മേടിക്കണോ എങ്ങനെയാണ്? അല്ല, നമുക്ക് കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ച് അവർക്ക് ഒരു കളറിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ല വേറെ കളറിൽ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ. നമുക്ക് ബൾക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതും തരും. ഹോൾസെയിലാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ട് നീഡ് അനുസരിച്ച് പറയുമ്പോൾ ഒരാൾക്ക് ഒരെണ്ണം സാരി മതി അങ്ങനെ ചോദിച്ചിട്ട് വരിക്കോ. കാരണം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണിക്കാം. അപ്പൊ ഇതാണ് മെയിൻ വെറൈറ്റി എന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഒരു പ്രീമിയം ഇതിൽ വരുന്നതാണ്. ഇത് നമ്മൾ അടച്ചു വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മൾ തുറന്ന് കാണുമ്പോഴാണ് ഇതിലൊരു പ്രത്യേക കോപ്പർ ജെറിയിൽ വരുന്ന വീവിങ്ങിൽ വന്നിട്ട് ഒരു കോയൻ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ സാരി. ഇത് ട്രെൻഡ് മാത്രമല്ല കേട്ടോ. ഇതിപ്പോ പേടിക്കുമ്പോൾ സാധാരണ ഒക്കെ ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കോട്ടൺ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഉടുക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും ഒതുങ്ങി നിൽക്കാന്ന് പറയില്ലേ, ആ ടൈപ്പാണ്. എന്തായാലും നിവർത്തി കാണാം നമുക്ക്. ഇതിന്റെ
കുറച്ച് മോഡൽസ്. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. നിവർത്തി കാണുമ്പോൾ ഇതിൻ്റെ ചെക്ക് പാറ്റേണിൽ വന്നിട്ട് റോസ് ഗോൾഡിലാണ് മൊത്തത്തിൽ വീവ് ചെയ്തിടുന്നത്. നമ്മൾ ഗോൾഡ് യൂഷ്വലി കാണുന്ന ഗോൾഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന കേരള ഒന്നാമത് ഒക്കേഷണലി മാത്രം വെയർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ കേരള സാരി. അപ്പം അതിനനുസരിച്ച് എന്ത് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വൺ സൈഡ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ആ ഒരു വർക്ക് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് അടിയിലത്തെ പോർഷനിൽ നന്നായി വർക്ക് വന്നിട്ടുണ്ട്. അതും നല്ല പ്രീമിയം സെറിയിൽ തന്നെ കുറേ തരം സെറികൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ളതും കിട്ടും, ഹൈ ബഡ്ജറ്റ് അല്ല. കാണുമ്പോൾ ഒക്കെ നമുക്ക് കേരള ട്രഡീഷണൽ, പക്ഷെ അതിൽ തന്നെ അവർ സെറിയും അതിൻ്റെ ഒരു പിടുത്തം പിടിക്കും. അതായത് ക്വാളിറ്റി നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മള് പ്രീമിയം ആണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബുട്ടിക്ക് രീതിയിലുള്ള കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. ഇനി ബുട്ടിക്ക് രീതിയിൽ എന്ന് പറയുമ്പോൾ കേരള ട്രഡീഷണൽ തന്നെ ബുട്ടിക്ക് ആയിട്ടുള്ളത് കേട്ടോ. ഇതൊരു ചെക്ക് പാറ്റേണിൽ വരുന്നത്. ഇപ്പം ചെക്കും ലൈൻസും ഒക്കെ മെയിൻ ആയിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ലൈൻ അതിൽ വരുന്നതാണ്. ആ ജെറി ആണെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പ്യുവർ കോട്ടൺ. കോട്ടൺ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം കോട്ടന്റെ. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി സ്റ്റിഫ് ആയിട്ടുള്ള സാരീസ് ഒക്കെ കുറെ യൂസ് ചെയ്യും, പക്ഷെ ഇന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പവർ ലൂമിന് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഓൺ ഡിസൈനിൽ പിന്നെ നമ്മൾ തന്നെ ആ ഒരു കോട്ടന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ നമ്മൾ പോയി ചെക്ക് ചെയ്ത്, അതായത് നമ്മൾ നമ്മുടെ യൂണിറ്റിലും പോയി ഓരോന്നും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതാണ്. ഇനി ഇതിനൊരു 500 പീസ് വേണോ, 1000 പീസ് വേണോ, ഏത് മോഡൽ കാണിച്ചാൽ അതിനൊക്കെ ഇപ്പം ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരുവാണ്. ഡയറക്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു കളക്ഷനായി. ഇനി ഇതും നമ്മുടെ ഒരു പുതിയ കളക്ഷനാണ്. ഇതൊരു പല്ലു പോർഷനിലേക്കാണ് വരുന്നത്. കളറിൽ വീവ് ചെയ്തെടുത്തേക്കുന്നത് ജക്കാർഡ് വീവിംഗ് എന്നാണ് പറയുക. ബോഡിയിലേക്ക് ഇതുപോലെ ബുട്ടാസ്, വലിയ ബുട്ടാസ് വരും. ഇങ്ങനെ ഇതിന്റെ മുന്താണിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കളേഴ്സും അവൈലബിൾ ആണ്. ഒരു 7 കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ കേരള ട്രഡീഷണൽ കളർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മറൂൺ അത് വിട്ടിട്ട് ട്രഡീഷണൽ കളേഴ്സ് ആണ്. ഏതൊക്കെ കളർ വന്നാലും എപ്പോഴും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കും. കേരള സാരിയിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ട്രഡീഷണൽ കളേഴ്സ് ആണ്. അതിലെ മറൂൺ, ഗ്രീൻ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മള് വിടില്ല. അത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു പട്ടുസാരിയുടെ ഒരു ഫീലിംഗ് ആയി നമുക്ക് ഈ ഒരു ബോർഡർ പോർഷൻ വരുമ്പോൾ. ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു സാരിയുടെ ഒക്കെ സ്പെഷ്യാലിറ്റിയും അത് തന്നെയാണ്. നമുക്ക് കേരള സാരി ആയിട്ട് യൂസ് ചെയ്താലും പിന്നീട് വേറെ ഫംഗ്ഷനും നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇനി റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഓരോരോ സെക്ഷനിലും ഓരോരുത്തര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ നമ്മുടെ ഓൺലൈൻ ടീമിന്റെ സപ്പോർട്ട് എപ്പോഴും അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതും കുറച്ച് ഹെവി പീസാണ്, പ്യുവർ ടിഷ്യൂ ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഹെവിനെസ് വരുന്നത്. നമ്മൾ കാഞ്ചീപുരം സാരി ഒക്കെ നോക്കുമ്പോൾ പ്യുവറിന് എപ്പോഴും കുറച്ചൊരു തിക്നെസ് കൂടുതലായിരിക്കും. അപ്പൊ അതുപോലെ പ്യുവർ ആയിട്ട് നമ്മുടെ പ്രീമിയത്തിൽ വരുന്ന അബ്രോഡൊക്കെ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് ഇതാണ്. ഇനിയിപ്പോൾ അവർക്ക് കൊറിയറുടെ സമയം ലാഭിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണത്തിന്റെ സമയത്ത് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല, ഓണം കഴിഞ്ഞിട്ടാവും കിട്ടുക. അപ്പോൾ വേഗം ഇപ്പം തന്നെ ഓർഡർ ചെയ്തോക്കാലും ഇപ്പോൾ ഓർഡർ ചെയ്താലും ഓണത്തിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളായിട്ടല്ല, ബൾക്കായിട്ട് കടക്കാർ മാത്രമാവും. അപ്പോൾ ഇതൊരു ടെമ്പിൾ ഡിസൈനിൽ വരുന്ന, ഇതിലും കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതൊക്കെ തുറന്നിങ്ങനെ കാണുമ്പോഴില്ല അത്ര റിച്ച് ആയിട്ടുള്ള ഒരു സാരി. അത് ശരിക്കും ആ ഒരു ടിഷ്യൂലും വരുന്നുണ്ട്, കോട്ടണിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും റോസ് ഗോൾഡ് വീവിങ് തന്നെ ഫുൾ ചെക്ക് ലൈൻ പാറ്റേണിൽ വരുന്നത്. അതായത് വലിയ ചെക്കും വരും, ചെറിയ ചെക്കും വരും. അതിന് സാരി എന്നുവെച്ചാൽ ചെക്ക് വേണോ, സ്ട്രൈപ്പ് വേണോ, അങ്ങനെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അതില്. ഇപ്പൊ ഇതാണ് കോപ്പറിന്റെ വരുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സാരി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിപ്പം പവർലൂം ആണോ ഹാൻഡ്ലൂം ആണോ എന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഓൾറെഡി ആള് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പവർലൂമാണ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പവർലൂം ആണെന്ന് അറിയാം. പക്ഷെ കാണുമ്പോൾ ആ ഒരു ഹാൻഡ്ലൂമിന്റെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിടിക്കുമ്പോഴും അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് മെയിനായിട്ട് ആ കസവിൽ വരുന്ന വീവിംഗ് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറീൻ്റെ സ്പെഷ്യാലിറ്റി ആണ് അതിന് അത്ര. സൂം ചെയ്ത് നോക്കി കണ്ടോ ആ ഒരു കസവിന്റെ ക്വാളിറ്റി, അതിന്റെ ആ ഒരു ത്രെഡ് ലൈനും കൂടി അതിന്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് ത്രെഡ്, അതിന്റെ ശരിക്കും ആ ഒരു പിങ്ക് ബ്ലൗസ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ എന്താ രസല്ലേ. അതേപോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സമയം കളയുന്നില്ല. ഇത് ലൈനിൽ പറഞ്ഞതുപോലെ തന്നെ. ഇനി ഈ സെറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് സെറ്റലായിട്ടുള്ള അതെ അതായത് ഈ ഒരു ടൈപ്പ് ഇപ്പം കുറച്ചുകൂടെ ഡാർക്ക് ഗോൾഡിനേക്കാളും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ കോപ്പർ, ലൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ് അങ്ങനെയുള്ളതാണ്. അപ്പം അത്തരം കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ബോർഡർലെസ് ആണ്. ബോർഡർലെസ് ആണ് വിത്ത് കുഞ്ചലം. ഇങ്ങനെ ഒരു ടെസൽസിന്റെ കൂടെ ആയിട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട്.
ഇത് ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ, എവർഗ്രീൻ ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിൽ നമ്മൾ 10 വരി എന്ന് പറയും ഈ ഒരു പാറ്റേണിന്, ആ ഒരു ലൈൻസ്. അതെ അതെ, അതിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ കാണുന്നതിനകത്തുനിന്ന് ഈ പ്രാവശ്യം ഒരു കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റം. ഈ പ്രാവശ്യത്തെ ഓണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൈയും ഈ ഒരു ലൈൻസും ഈ ഒരു സംഭവമാണ് പോയിരിക്കുന്നത്. ഇതിൽ കളേഴ്സും ഉണ്ടാവും അല്ലേ? കളേഴ്സ് ഉണ്ട്, നമുക്ക് ടിഷ്യൂലും കോട്ടണിലും അവൈലബിൾ ആണ്. അതുകൂടാണ്ട് സാരിയിലും ഉണ്ട്, സെറ്റ് മുണ്ടിലുണ്ട്. ഇനി ധോത്തീസ് അങ്ങനത്തെ സംഭവങ്ങൾ അല്ല, നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ലേഡീസ് ഐറ്റംസ് മാത്രം ബൈയിൽ ആളുകളൊന്നും വേണ്ടെന്ന്. അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ്. മെയിൻ എന്ന് പറയുമ്പോൾ ഈ ഷോപ്പിൽ മൊത്തം പെണ്ണുങ്ങളുടെ എല്ലാം കിട്ടുന്നത്. ഇപ്പൊ നമ്മള് പ്രീമിയം ക്വാളിറ്റി സാരീസ് കണ്ടു, ഫാബ്രിക്സ് ആയാലും ബുട്ടിക്കിന് ആവശ്യമുള്ള രീതിയിലുള്ള എല്ലാം നമ്മൾ മെയിൻ ആയിട്ട് ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവര് നല്ല ഭംഗിയിൽ ഉടുത്ത് വെച്ച് നടക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. ഇനി അടുത്ത ഒരു കളക്ഷൻ ടെമ്പിൾ പാറ്റേണിൽ വരുന്ന, ഈ പറഞ്ഞ പോലെ തന്നെ ടിഷ്യൂല് വരുന്ന ഒരു ഐറ്റം ആണ്. ടെമ്പിളിനും ലവേഴ്സ് കുറച്ച് കൂടുതലാണ്. ടെമ്പിൾ ലവേഴ്സ്, അതെ അതെ, ടെമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മുടെ അടുത്താണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിച്ചു വരുന്ന ടെമ്പിൾ ഡിസൈൻ ആണ്. അപ്പം ടെമ്പിളിൽ കുറച്ച് വെറൈറ്റീസ് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ സെറ്റ് സാരി സെറ്റ് മുതൽ ടെമ്പിൾ ഡിസൈൻ ആണ്. അതെ, ടെമ്പിളിൽ എന്തൊക്കെ വെറൈറ്റി കിട്ടുമെന്നാണ് നോക്കി വരുന്നത്. അതിലൊരോ വെറൈറ്റീസ്. ഇത് കഥകളി, ഇത് എംബ്രോയിഡറിയിലാണ് കേട്ടോ ഇതിന്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിവർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് പല്ലു പോർഷനിലും അല്ലേ, ഈ പല്ലു പോർഷനിലാണ് ഫുൾ കഥകളിയുടെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അത് എംബ്രോയിഡറിയുടെ വർക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബാക്കി ഓവറോൾ കോട്ടണിൽ പ്ലെയിൻ ആണ് അല്ലേ വരുന്നത്. അതെ, നമ്മുടെ തന്നെ യൂണിറ്റിൽ ചെയ്തെടുത്ത ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഇനി ഇതിൽ ഇപ്പോൾ കഥകളി ആയാലും ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ എംബ്രോയിഡറിയുടെ വർക്ക് വേണം കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. അതായത് നമുക്ക് ബൾക്കായിട്ട് മിനിമം ഒരു 100 പീസൊക്കെയാണ് നമ്മൾ പറയുന്നത്. ബൾക്കായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അതില് വർക്കുകൾ ഇഷ്ടംപോലെ ഏത് മോഡൽ വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം സ്വന്തമായിട്ട് ഈ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം. അപ്പൊ ഇനി അടുത്ത് ഒരു സ്പെഷ്യൽ സാരിയാണ്, അത് ചന്തേരി ബേസിൽ വരുന്ന സാരിയാണ്. ഇപ്പോൾ കേരള സാരീൻ്റെ കൂടെ തന്നെ എന്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഒക്കേഷനും പോകുന്ന പോലെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാരിയാണിത്. ശരിക്കും ഇത് ആദ്യം കാണിക്കേണ്ട ഒരു സംഭവമായിരുന്നു. കേരള ട്രഡീഷണൽ സാരി എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ടിഷ്യൂല് കണ്ടു, കോട്ടണിൽ കണ്ടു, അതിൽ തന്നെ പ്രിന്റ് ലൈൻ ചെക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് പ്രിന്റിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനെ നമ്മൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. ഇത് തന്നെ നമുക്ക് പ്രിന്റ് മാത്രമായിട്ട് അവൈലബിൾ ആണ്. ഇല്ല കുറച്ചുകൂടെ വെറൈറ്റി അതിൽ വേണം എന്നുള്ളവർക്ക് ഇതുപോലെ ഹാൻഡ് വർക്ക്, കാന്താ വർക്ക്, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വർക്ക്, ഫ്രഞ്ച് നോട്ട്, സീക്വൻസ് വർക്ക് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. എന്തായാലും പല്ലു ഒരു റിച്ച് പല്ലു ആണ് വിത്ത് ചന്തേരിയുടെ ഒരു മെറ്റീരിയലാണ് അത് ചെയ്തത്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ കുറച്ചൊരു ട്രെൻഡായി നിൽക്കുന്ന ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേൺ. ഇത് ഇവിടെ മാത്രല്ല കേട്ടോ, ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിലോ അവിടെയും ഉണ്ട് ചെറിയ ചെറിയ അമ്മയുടെ മക്കളൊക്കെ ഉണ്ടെന്ന് ഇതിന്റെ ഉള്ളില്. അമ്മ മാത്രം പോരല്ലോ, എല്ലാരും ഉണ്ട്, മക്കള്, കസിൻസ്, അവരെല്ലാരും ഉണ്ട്. ഇതും സൂപ്പർ ഐറ്റം ലിനൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് കേരള യൂസ് ചെയ്യാം അല്ലേ. ഇതൊക്കെ വലിച്ചു വാരി ഇങ്ങനെ നിവർത്തിണ്ട് കേട്ടോ, സോറി. പക്ഷെ നിവർത്താണ്ടിരിക്കാൻ പറ്റില്ല, ഇത്രയും നല്ല കളക്ഷൻ നിവർത്തി കാണിക്കാണ്ട് പറ്റില്ല. കണ്ടു, സൂപ്പർ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും പല വെറൈറ്റി ഓഫ് പ്രിന്റ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെയിം ബേസ് വന്നിട്ട് പ്രിന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബുട്ടിക്കിലൊക്കെ വെക്കുമ്പോൾ ഇതിന്റെ ഇരട്ടി മാർജിൻ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ടെസൽസും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെസൽസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ടെസൽസ് ആണ് വരുന്നത്. ഓവറോൾ ബ്ലൗസ് പീസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ പ്രിന്റ് വരുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതെ, മലയാളികളുടെ ഒരു ഹരല്ല, ഒരു മറൂൺ, പിങ്ക്, ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ. അത് ഇത് സിൽവറിലാണ്. സിൽവർ വേണമെങ്കിൽ സിൽവർ ഉണ്ട്, ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡിലും വരുന്നുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ ചന്തേരി ബേസിൽ വന്നിട്ടുള്ള വേറൊരു പ്രിന്റ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലോറൽസ് ആണ്. ഫ്ലോറലിന്റെ ബോർഡറിൽ കാന്ത ഡീറ്റെയിലിംഗ് കൊടുത്തേക്കും. കാന്ത, അതും ഒറിജിനൽ കാന്തയുടെ വീവിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത് കേട്ടോ. പിന്നെ ഓവറോളും നമുക്ക് സെയിം ആ ഒരു വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബുട്ടിക് രീതിയിലുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ബുട്ടിക്കിൽ ഓരോ ഒറ്റ അപ്പോൾ നമുക്ക് ഈ കടക്കാർ വരുമ്പോൾ നമുക്ക് ഇതന്നെ സെയിം ഇത്ര 5 പീസ് മേടിക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പിന്നെ നഷ്ടമില്ല. നമുക്കിപ്പോൾ കടയിലേക്കൊക്കെ വെക്കായാലും തന്നെ ബുട്ടിക്കിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ്. അപ്പോൾ അതിൻ്റെ വേറെ കാരണം ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൽ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട്. അതായത് പല പ്രിന്റുകളുണ്ട്, പല ഇപ്പം ബോർഡർലെസ് ഉണ്ട്, ബോർഡറിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്, വരാത്തതുണ്ട്, ഈ പ്രിന്റ് മാത്രമായിട്ടുള്ളതുണ്ട്.
അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ട്. ഇപ്പോൾ പ്രിന്റുകൾ ഇഷ്ടം പോലെ മാറി മാറി കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട്. ഇത് നമുക്കൊരു ബോർഡർ ഫിനിഷിങ്ങിൽ വരുന്ന പോലെ. എന്നാൽ ഇത്രയും നേരം കണ്ട പോലെ ഫുൾ അല്ലെങ്കിലും അതിനേക്കാളും റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റാണിത്. ഇത് പല്ലുവിൻ്റെ പോർഷൻ, അതുപോലെ അടിയിലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്ര നേരം ഒരു സട്ടലായിട്ടുള്ള കളറായിരുന്നു, ഇതാകുമ്പോൾ കുറച്ച് ഗോൾഡൻ്റെ ഉതിപ്പ് നിൽക്കേണ്ടത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ട്രെൻഡ് ഇതായിരിക്കും ഒരു ബുട്ടിക്കിന് വരുന്നത് കേട്ടോ. സൂപ്പർ. അതിൽ ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ആ ഒരു റിച്ച് ഫീല് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ്. കുറച്ചുകൂടെ ഫുള്ള് നമുക്ക് വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഫുൾ വർക്ക്. അത് മുന്താണി വരുമ്പോൾ ഈ ഒരു പോർഷൻ തന്നെ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെ പോയിരിക്കണം കേട്ടോ. ശരിക്കും ആ ഒരു പട്ട് സാരിയുടെ ഫീലിംഗ്. പക്ഷേ ഇതിലൊരു ബേജ് കളർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കേരള ട്രഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഈ ഒരു ബോർഡറിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റിച്ച് ഫീൽ. പിന്നെ അത്യാവശ്യം നല്ലൊരു വലിയൊരു ടെസലും ഉണ്ട്. വിത്ത് ബ്ലൗസ് അല്ലേ ഇപ്പോൾ ഈ കാണിക്കുന്നത്? എല്ലാം വിത്ത് ബ്ലൗസാണ് നമുക്ക് വരുന്നത് എല്ലാതും. ഇതും നേരത്തെ കാണിച്ചതിന് തന്നെ വേറൊരു പ്രിന്റ്, വേറൊരു മോഡലാണ് കേട്ടോ. മോഡൽ മീൻസ് വേറൊരു പ്രിന്റ് ആണ് വരുന്നത്. ശരിക്കും ഇത് ഇങ്ങനെ പിടിക്കണം, നമ്മളാണ് ആ ഒരു ലുക്ക് കാണാൻ പറ്റുള്ളൂ. അടിപൊളി അല്ലേ? ഫുൾ ഫ്രഞ്ച് നോട്ടും അതുപോലെ സീക്വൻസ് വർക്കും കാന്ത വർക്കും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, പ്ലെയിൻ മാത്രമായിട്ട് അതായാലും നമ്മൾ ചെയ്തത് അല്ലേ? ഇനി അതിൽ ഏതൊക്കെ വർക്ക് ഇതിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ജസ്റ്റ് നമുക്ക് സാധാരണ ഉള്ള ഒരു കേരള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഫസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ വരുന്നൊരു സ്പെഷ്യൽ ഐറ്റം ഡിജിറ്റൽ പ്രിന്റ്. പിന്നെ എപ്പോഴും കുറച്ച് ട്രെൻഡിൽ നിൽക്കുന്നതാണ്. അതിപ്പം ഓണം ടൈം ആയതുകൊണ്ട് തന്നെ ഫ്ലോറൽസിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഡിജിറ്റൽ പ്രിന്റിൽ ഇതിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് സാരീസിലായാലും ഉണ്ട്, സെറ്റ് മുണ്ടിലായാലും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ വെറൈറ്റീസ് ആണ്. ഇത് നമ്മൾ കണ്ടു, അതിൻ്റെ ഒരു കളർ വെറൈറ്റി ആണത്. പിന്നെ ചെക്ക് പാറ്റേണിൽ വരുന്ന ടിഷ്യൂവിൽ ചെക്ക് പാറ്റേൺ. ഇതിൽ നമ്മൾ കസവിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ 2 തരം കസവ് വരുന്നുണ്ട്. ആ കസവിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഡയറക്റ്റ് വരുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഡയറക്റ്റ് വരുമ്പം ഓരോന്നും കണ്ട് ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്ത് പിന്നെ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യണത്, എന്തൊക്കെയാ വേണ്ടത്, നമ്മളൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസ് കിട്ടുക. ഡിസൈനറാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ പ്രവീണ, അങ്ങനെ എന്തോ പേര്. പക്ഷെ ഇതെന്താ നോക്ക്, ഇത്രയും വെറൈറ്റീസ് കാണിക്കുമ്പോൾ അത്ര കുഴപ്പമില്ല. അത്രയും കട്ടിക്കര വരും. കട്ടിക്കര വന്നിട്ട് ഒരു പ്രിന്റ് ചെയ്ത് എടുത്തേക്കുണ്ട്. ഓക്കെ. ഇത് ഇവിടെ നമുക്ക് മുന്താണിയുടെ ഈ പോർഷനിലാണ് കേട്ടോ വരാം. ഇനി നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇതിന്റെ കോട്ടന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം നമുക്ക് പുറമെ കാണുന്നൊക്കെ തന്നെയായിരിക്കും. ക്വാളിറ്റിക്ക് ഭയങ്കര മാറ്റമുണ്ട്. ഇത് വരുന്നതും പ്രിന്റിൽ തന്നെ വരുന്ന ബോഡി ഓൾ ഓവർ ആയിട്ട് പ്രിന്റ് വരും. അങ്ങനെ വർക്കുകൾ ഇഷ്ടം പോലെ അങ്ങനെ കയറി പോവാണ്. അങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത വെറൈറ്റി നോക്കുകയാണെങ്കിൽ നമുക്കിത് ടിഷ്യൂലാണ് വരുന്നത്. ടിഷ്യൂല് ലോട്ടസിൻ്റെയും ഒരു ഹാൻഡും ലോട്ടസൊക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ ബോഡിയിലേക്കും ഉണ്ട് പ്രിന്റ്. കണ്ടോ? അതിൻ്റെ തന്നെ റോസ് ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ സെയിം അല്ലേ? ഓക്കെ. ഇതൊക്കെ ഓണം സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വീണ്ടും എടുത്ത് പറയട്ടെ. അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഫീലിംഗിൽ അതെ. നോർമലി നമ്മൾ കാണുന്ന ടിഷ്യൂ ആണെങ്കിലും കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടിഷ്യൂ ആയിരിക്കും. ഇത് അതല്ല. ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചോദിച്ചാലും കിട്ടും. ഇപ്പോൾ ഇത് റെഡ് ആണെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് റോസ് ഗോൾഡിലും വരുന്നുണ്ട്. ഡിജിറ്റൽ പ്രിന്റ് നമ്മൾ ഫസ്റ്റ് കണ്ട ഗോൾഡിൻ്റെ തന്നെ വെറൈറ്റി ആണിത്, ഡിജിറ്റൽ പ്രിന്റിൽ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലൗസ് പീസസ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് റണ്ണിങ്ങിലും ഉണ്ട്. അതല്ലാണ്ട് സെപ്പറേറ്റ് ബ്ലൗസിനായിട്ടൊരു സെക്ഷനും നമുക്കുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ബുട്ടിക്കിൻ്റെ ഐറ്റംസ് മെയിൻ ഫാബ്രിക് ആയിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വേണമെന്ന് വെച്ചാൽ അതുകൊണ്ട് അത് നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ടൊന്ന് കണ്ടു നോക്കാം. നമുക്ക് എന്തായാലും അതിലേക്ക് നമുക്ക് കിടക്കാം. ഇത് നമുക്ക് ഡിജിറ്റലിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലൈനിൻ്റെ ചെക്കിൽ തന്നെ നമുക്ക് വലിയ ചെക്ക്, അതായത് നോർമലി ഗോൾഡിലായിരിക്കും ഫുൾ ചെക്ക് വരുന്നത്. അത് കൂടാണ്ട് തന്നെ ഒരു വൈറ്റും ഗോൾഡും മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ചെക്കാണിത്. കാണുമ്പോൾ എല്ലാതും ട്രഡീഷണൽ ആ ഒരു വൈറ്റിൽ കുറെ കസവ്. പക്ഷെ ഓരോന്നിലേക്കും വരുമ്പോഴാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാവുന്നത്. ഇതിപ്പോ ശരിക്കും അവിടെ നിന്ന് എടുത്തപ്പോ ഇതെന്താ ഒരു ചെക്ക് പക്ഷെ ചെക്കിൽ തന്നെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അതിൽ ചെറിയൊരു വൈറ്റ് ലൈൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ വൈറ്റ് ലൈനിന്റെ പകരം വേറെ കളേഴ്സുകളും
നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഡയറക്റ്റ് വരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. പിന്നെ ഈ എറണാകുളത്ത് വരാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഹോൾസെയിൽ മാർക്കറ്റ് എറണാകുളത്ത് മാർക്കറ്റ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആണ്. അവിടെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും. ഇനി അടുത്ത എംബ്രോയിഡറി ആണ് വരുന്നത്. വാവ്, ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ കണ്ടോ. അതിൽ വിത്ത് ടെസൽസ്, അതുപോലെ തന്നെ എംബ്രോയിഡറി ബോഡി ഫുൾ ആയിട്ട് ഇതുപോലെ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്. പല്ലു പോർഷനിലേക്ക് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് അല്ലേ. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് കളേഴ്സും ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിന്റെ വെറൈറ്റീസ് എനിക്ക് ഓരോരോ വെറൈറ്റീസ് ഇങ്ങനെ കാണാൻ കൊതിയായിട്ട് പാടില്ല. അത്രയും കളക്ഷൻസ് ഇവർക്ക് പുതിയതായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഓഹോ, ഇത് കുറച്ച് സ്പെഷ്യൽ ആണല്ലോ. അതെ അതെ, ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു ഐറ്റം ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ഇല്ല, പക്ഷെ ഈ ഒരു പോർഷൻ നമുക്ക് മുന്താണി, ബാക്കിയുള്ളത് ഫ്ലീറ്റ് വരുമ്പോൾ ആ ഒരു ലൈൻ ഇതൊക്കെ കൂടി സ്മോൾ ലൈൻസും ബിഗ് ലൈൻസിന്റെ ഒരു ബ്ലെൻഡ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഫ്ലീറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി വരുള്ളൂ. ഓവറോൾ ബോഡി നോക്കുകയാണെങ്കിൽ ഫുൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എന്തായാലും സംഭവം ഇത് സ്പെഷ്യലായി ചെയ്തെടുത്തൊരു അതെ. ഇപ്പൊ എന്ന് പറയുമ്പോൾ ബോർഡർലെസ് ആണ് കൂടുതൽ മൂവിങ് കേരള സാരീസിൽ വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഇതുപോലെ പ്രിന്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻസ് കിട്ടും. അത് പല മോഡൽസിലാണ്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രിന്റ് ഇവിടെയും പോയിട്ടുണ്ട്, കസുവിൻ്റെ ഇടയിലും ഈ ഒരു പ്രിന്റിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ അത്യാവശ്യമില്ല കുറച്ച് കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇവിടെ ബാക്കിൽ കാണുന്നത് മൊത്തം ഐറ്റം വരെ ഫുൾ ഒരു സ്പെഷ്യൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എല്ലാം പ്രെഡിക്റ്റ് ചെയ്തെടുക്കുന്നതും ഉണ്ട്. അതല്ലാണ്ട് എല്ലാം മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെയുള്ള ഐറ്റംസും അത് ഒന്നും നമ്മുടെ കസ്റ്റമറിന് മിസ്സാവരുതെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് ആ ഓണം കളക്ഷൻ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഒരുക്കിക്കണമെങ്കിൽ അത് മാത്രം വേണമെന്ന് പറയുകയാണെങ്കിൽ അത് മാത്രമായിട്ട് സ്പെസിഫൈ ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അത് കൂടാണ്ട് ഇതാ ലൈൻ പാറ്റേണിൽ കളേഴ്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ഇത് വരുന്നത്. പിന്നെയും ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആഹാ, ഇതിന്റെ ഉള്ളിൽ എന്തോ വർക്ക് ഉണ്ട്, ഇവിടെ എന്തോ തടയുന്നുണ്ട്. എന്തായാലും ഒന്ന് തുറന്ന് നോക്കിയേ പറ്റുള്ളൂ. ഓ, ടെസൽസിന്റെ ആണ് കേട്ടോ. ആ ഒരു പിടുത്തം വർക്കല്ല വരുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് കേട്ടോ. വന്നിട്ട് മറൂൺ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കളർ. അത് ഞാൻ നിവർത്തി. ഇതിലും കുറെ കളർ വെറൈറ്റി ഉണ്ട്. നമുക്ക് കളേഴ്സ് ഏത് ചോദിച്ചാലും ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മള് നേരത്തെ കണ്ട മോഡൽ തന്നെയാ തോന്നുന്നു. അതിന്റെ ഗോൾഡ് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതാകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഗോൾഡിൽ വരുന്നതാണ്. സെയിമിൽ തന്നെ ഡാർക്ക് ഗോൾഡ് ആണ്. നമ്മൾ കോപ്പർ മിക്സ് ആയിട്ടുള്ള ഗോൾഡും ഉണ്ട്. ഇതിപ്പോ നമ്മൾ നോർമൽ ഗോൾഡ്. ഇത് സാരി സെയിം തന്നെയാണ്. ഓക്കെ, മെറ്റീരിയൽ സാരി മോഡൽ ഒക്കെ സെയിം തന്നെ, പക്ഷെ അതിന്റെ ആ ഒരു കളറിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ നമുക്ക് അതാണ് പറഞ്ഞത്, ഓരോന്നും ഇങ്ങനെ എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് മതിട്ടോ അറിയാനായിട്ട് കാര്യങ്ങൾ. നേരത്തെ കണ്ട സാരിയുടെ റോസ് ഗോൾഡ് അങ്ങനെ വെറൈറ്റി. അതൊരു രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഇതാവുമ്പോ വലിയ പ്രിന്റ് വരും. ബോഡിയിലേക്ക് വരുമ്പോ ഇതുപോലെ വരും. ഇതിലിപ്പോ ഏത് ബ്ലൗസ് ഇടണം? ഗ്രീൻ കോൺട്രാസ്റ്റ് ആയിട്ട് വിത്ത് ബ്ലൗസ് വേണമെങ്കിൽ വിത്ത് ബ്ലൗസ് ഇടാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാം. നല്ല വലിയൊരു പ്രിന്റിലാണ് കേട്ടോ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. വർക്ക് ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിന്റ്, ഇനിയിപ്പോൾ ഇതിൽ തന്നെ എത്ര കളേഴ്സ് ഉണ്ട് നോക്കിയേ. അതിൽ ഓറഞ്ച് ഇടാം, റെഡ് ഇടാം, ഗ്രീൻ ഇടാം, ബ്രൗൺ ഇടാം, ബ്ലാക്ക് ഇടാം. എത്ര വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റീസിന് ഒരു കുറവില്ല. ഇപ്പോൾ സാരീസ് മാത്രമേ നമ്മൾ ഇത്രയും വെറൈറ്റീസ് കാണിക്കുന്നത്. സെറ്റ് മുണ്ടിൻ്റെ ആണെങ്കിലോ അതിൻ്റെ ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നടുക്കിക്കൂടെ ടിഷ്യൂല് തന്നെ ബ്ലാക്ക് ലൈൻസ് ആണ് വീവ് ചെയ്ത് പോയേക്കണം. നേരത്തെ നമ്മൾ വൈറ്റ് അങ്ങോട്ട്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ പറയുമ്പോൾ അതിന് തന്നെ കളേഴ്സ് നമുക്ക് മാറി കിട്ടും കേട്ടോ. അപ്പോൾ അതിലൊരു ബ്ലാക്ക് കളറിൽ സ്ട്രൈപ്പ് ലൈൻസ് ഇതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റീസാണ് വരുന്നത്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ടിഷ്യൂല് തന്നെ ഫുൾ ഇങ്ങനെ വൺ സൈഡ് ബോർഡർ വരുന്ന, ഒരു സൈഡിൽ ചെറിയ ബോർഡർ വരും, വൺ സൈഡ് ഇതുപോലെ ലൈൻ പാറ്റേൺ. അതെ, ഇത് അടിയിൽ വരുന്ന ഭാഗം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. പിന്നെ ചെക്കിൽ തന്നെ ചെറിയ ചെക്ക്, വലിയ ചെക്കിൽ അതിൽ കോട്ടൺ ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്. എല്ലാത്തിലും വെറൈറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാതും ഉണ്ട്. അതിൽ റോസ് ഗോൾഡ് വേണം, കോപ്പർ വേണം, കോപ്പറിൽ തന്നെ ലൈറ്റ് കോപ്പർ വേണം, ഡാർക്ക് കോപ്പർ വേണം, പിങ്കിൽ തന്നെ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, അങ്ങനെ വെറൈറ്റീസ് കയറി പോവാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ത്രെഡ് വർക്കിലാണ്. വൺ സൈഡാണ് ഇതിൻ്റെ ത്രെഡ് അടിയിലേക്ക് പോയിക്കണം. ഈ ബോഡി ഫുള്ളായിട്ട് ഓൾ ഓവർ ഉണ്ട് ബോഡി. ഇതുപോലെ ഫ്ലോറൽ വർത്താൻ നല്ല ഐഡിയ കിട്ടുള്ളൂ. അടിയിലാണ് അതിൻ്റെ ഫുൾ വർക്ക് പോയിക്കണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മുന്താണിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് മുന്താണി വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ത്രെഡിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറി ഇതിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ.
പിന്നെ വരുന്നതും നമുക്ക് ചെക്കിൽ തന്നെയാണ്. ഇതിന്റെ ഇതിപ്പം ചെക്കും ഈ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ചെക്ക് വന്നേക്കുന്നതും ആ ഒരു കളർ വീവിങ്ങിൽ തന്നെയാണ്. ഓക്കെ, ഗോൾഡ് അല്ല വന്നേക്കുന്നത്. പിന്നെ ടെസൽസിൽ ഒരു പ്രത്യേകത ഉണ്ട്. നോർമൽ ഒരു കളറിലായിരിക്കും ടെസൽസ് പോയിട്ടുണ്ടാവുക. ഇത് ഡബിൾ കളേഴ്സ് അതെ, ഇതിന്റെ ആ ഒരു കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത്. ടെസൽസും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. അഗൈൻ ഒരു ടെമ്പിൾ. ഇത് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് കാണിച്ചില്ലേ, ഒരു കളറിൽ അങ്ങോട്ട് കാണിച്ചത്. അതെ അതെ. ഈ ടെമ്പിൾ എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു ഹരാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ. കണ്ടോ? അല്ല, ഇതിപ്പോൾ എന്തൊക്കെ വെറൈറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും കേരള സാരി സെറ്റുമുണ്ട് അത് എപ്പോഴും നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ്, മലയാളികൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ, ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൽ കോട്ടനും ഉണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂലും വരുന്നുണ്ട്. ഇനി ടെമ്പിളിൻ്റെ കളർ വേണമെങ്കിൽ കളേഴ്സിലും ഉണ്ട് കേട്ടോ. അങ്ങനെ കളേഴ്സിലും വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെക്കിൽ തന്നെ ഈ ചെക്കിൻ്റെ വലിപ്പം കൂടിയതും അതിൽ തന്നെ ചെറിയ ചെറിയ ചെക്കുകൾ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 1-2 പീസ് ചെക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ചെക്ക്, പക്ഷെ ചെക്കിൽ തന്നെ ചെറിയ നമ്മൾ ആദ്യം കണ്ടതിലൊരു ചെക്ക് പാറ്റേൺ ആണ് വന്നത്. ഇതിൽ പകുതി കണ്ടോ ലൈൻസാണ് വന്നേക്കുന്നത്, പകുതി ചെക്കാണ് വന്നേക്കുന്നത്. അത് നമ്മൾ എടുത്ത് നോക്കി കണ്ടറിയണം എന്താണ് അതിൽ വെറൈറ്റി എന്നുള്ളത്. ഇതിപ്പോൾ ഇവിടെ ചെക്കാണ് വന്നേക്കുന്നത്, ഇവിടെ ലൈൻസാണ് വന്നേക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് അറിഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ഒരു വെറൈറ്റി മനസ്സിലാക്കാൻ പറ്റും. ഒരു ടെമ്പിൾ ഹെവി ആണ്. ഇത് ഞാൻ കൊണ്ടുപോകും. കുറെ നാളെ അല്ല കുറെ നേരെ ഈ ടെമ്പിൾ കാണിച്ച് കൊതിപ്പിക്കണം. ഇത് തന്നെ ടെമ്പിളിൽ ഒരു ഫ്ലോറൽ പാറ്റേണും കൂടെ കൊടുത്തിട്ടുള്ളൊരു കേട്ടോ. അതും ഡബിൾ സൈഡ് ഇത്രയും വീതിയിലാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഓവറോൾ ബോഡി അത്രയ്ക്കും കുറവാണ്. ഇത് ഓവറോൾ ഇത്രയും ലെങ്ത് എന്നിട്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്ക് വരെ പോവാൻ പറ്റുന്ന ഒരു ലെങ്ത്തിന്റെ ഒരു ഇഷ്യൂ വരത്തില്ല. നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കുറെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ലെങ്ത് കൂടിയവർക്ക് സാരി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ 5'3", ഇയാളുടെ എത്രയാ? എന്റെയും 5'3" നോണ പറയല്ലേ? ഇത്തിരി കൂടി 5'6" ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉറപ്പില്ല. എനിക്കെന്നെ ഉറപ്പില്ല എൻ്റെ ഹൈറ്റ് പറയുമ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഹൈറ്റ് ഉള്ളവർക്ക് വരെ ആയാലും സാരി കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത്ത് ഇതിൽ വീതിയും വെടുത്തും ലെങ്ത്തും ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി കുറച്ച് നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് കാണാം. സെറ്റ് മുണ്ടിൻ്റെ പറഞ്ഞോ. നമ്മൾ ആദ്യം ഇത് തന്നെ നമുക്ക് സാരിയിൽ അവൈലബിൾ ആണ്. അതിന്റെ തന്നെ കട്ടിക്കരയിൽ വരുന്ന പ്രിന്റ് ആണ്. ഇതിൽ കളർ വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇത് വിത്ത് ബ്ലൗസോ വിത്തൗട്ട് ബ്ലൗസോ വരുന്നത്? വിത്ത് ബ്ലൗസ്. സെറ്റ് മുണ്ട് എപ്പോഴും വിത്ത് ബ്ലൗസ് വരത്തില്ല, വിത്തൗട്ട് ബ്ലൗസാ വരുള്ളൂ. സാരി എല്ലാം നമുക്ക് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. എന്നാൽ സെറ്റ് മുണ്ടിൽ ചിലതിന് നമുക്ക് വിത്ത് ബ്ലൗസും വരുന്നുണ്ട്, എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങളായിട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇത് ഗോൾഡ്, ബ്ലാക്ക്, സിൽവർ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ. അതായത് ഏത് വേണ്ടവർക്ക് ഏത് അങ്ങനെ ഒരെണ്ണത്തിലായിട്ട് നിൽക്കണ്ട, ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. ഏത് സാരിക്ക് ഏതോട് വേണേലും കോമ്പിനേഷൻ. അതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ വീവിംഗ് ഒക്കെ വന്നേക്കുന്ന ഒരു സ്പെഷ്യലാണ്. അങ്ങനെ വെറൈറ്റീസ്. ഇനിയിപ്പോൾ ത്രെഡിൽ, ഇത് ത്രെഡിലാണ് കേട്ടോ. പ്രിന്റ് കണ്ടോ? ഇവിടെ ഇത് ഫുള്ള് ഒരു കട്ടിക്കര വരുന്നത്. ഇത് കാണുന്നത് ഫുൾ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സെറ്റ് മുണ്ട് ആയതുകൊണ്ട് തന്നെ തുറന്ന് കാണിക്കുക, കാരണം ഇത് കാണുന്നത് തന്നെ ഉള്ളിലും ഉണ്ടാവാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഇപ്പം നല്ല എൻക്വയറി ഉള്ളതാണ്. മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ മൂവി ഇറങ്ങിയ ശേഷം അനശ്വരാജിനുടുത്ത സെറ്റുമുണ്ട്. അത് ചോദിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. അപ്പം അതിൽ പറ്റിയ ഇതിൽ തന്നെ നമുക്ക് ലൈൻസ് ഉണ്ട്, ചെക്ക് ഉണ്ട്. ചെക്കിൻ്റെ ചെറിയ പാറ്റേൺ ഉണ്ട്, വലിയ പാറ്റേൺ ഉണ്ട്. അപ്പം ഇതുപോലെ ലൈൻസ് തന്നെയാണെങ്കിലും തിക്കായിട്ടുള്ളതുണ്ട്, കുറച്ച് വിട്ടിൽ കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുണ്ട്. ഓരോന്നോരോ വെറൈറ്റി. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് നടുക്കിൽ കളർ പോയിട്ട് പിന്നെ അതിൽ സൈഡിലാണ് ഇതിൻ്റെ കസവ് ഡീറ്റെയിലിംഗ് പോയിക്കണം. അപ്പോൾ ഈ കളറിന് പകരം നമുക്ക് ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബോർഡറിൻ്റെ കളർ കണ്ടോ, ഒരു കസവിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു കളർ ഗ്രീനും ഒരു കസവും അങ്ങോട്ട് കൂടി മിക്സ് ആക്കിയിട്ടാണ് വരുന്നത്. അത് ടെസൽസ് ഇല്ലാണ്ട. ഇത് വരുമ്പോൾ നമുക്ക് ടെസൽസോട് കൂടി ആയിട്ടുള്ള പാറ്റേൺ ആണ്. ചെക്ക് വരുന്നുണ്ട് ബോർഡറിൽ. ഈ ഒരു പോർഷൻ നോർമൽ സെറ്റ് മുണ്ടി കാണാത്തൊരു പാറ്റേൺ ആണ് അത്. ഇത് ചെക്കാണ് കേട്ടോ ആ ഒരു ബോർഡർ പോർഷൻ വരുന്നത്. പിന്നെ നല്ലൊരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡിലാണ് തന്നെ നമുക്ക് സാരിയിൽ അവൈലബിൾ ആണ് വരുന്നത്. പിന്നെ വരുന്ന അടിപൊളി ഒരു മഞ്ഞ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചതയം ദിനത്തിന് ഫോക്കസ് ചെയ്തിട്ട് ചതയം ദിനത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലാണ്. ഇത് നമുക്ക് കട്ടിക്കര മാത്രമായിട്ട് വരും. അതല്ല, ഇതിപ്പോൾ നമ്മൾ ഇതിലൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതല്ല, കട്ടിക്കര മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ കിട്ടും. ഇനി ഇതിലെന്തെങ്കിലും വെറൈറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് മുന്നോടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതും ചെയ്തു കൊടുക്കും. കസ്റ്റമൈസബിൾ ആണിത്. ഓക്കെ, ഇതൊക്കെ പ്യുവർ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. പിന്നെ വീണ്ടും എങ്ങനെ വിടും ഇത്രയും വെറൈറ്റി കളക്ഷൻ. അതും നടുക്കില് കളറും ടെമ്പിളിൽ വന്നിട്ടുണ്ട്, ഗോൾഡില് ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ട്രഡീഷണൽ കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു
ഒരു വീവിംഗ് ആണ് വന്നേക്കുന്നത്. ഇപ്പൊ ടെമ്പിളിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കൂടാണ്ട് ഒത്തിരി കളക്ഷൻ നമുക്ക് വേറെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കാണുന്നത് നോക്കണ്ട, ഇത് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഡയറക്റ്റ് വരുമ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട്. പക്ഷേ സ്റ്റോക്ക് ഗോഡൗൺ എന്ന് പറയുമ്പോൾ മുകളിൽ നിറവ് ഇങ്ങനെ എടുക്കാണ്. അപ്പൊ എത്ര 500, 100, 1000 എത്ര വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് റെഡിയാണ് കളക്ഷൻസ് കാണിക്കാനായിട്ട്. ഇനിയും കുറച്ചുകൂടി കാണിക്കാനുണ്ട്, ഞാൻ പിടിക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തോ. ഇതും കട്ടിക്കരയിൽ പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ. ഇത് ബോർഡർ ഇതുപോലെ വരും, രണ്ടും കളർ കോമ്പിനേഷൻ. അതായത് നമുക്ക് ഇത് ബോർഡർ വരും, തിരിച്ചു പിടിച്ചോ. അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്രിന്റും വരും, താഴത്തേക്ക് ആ ഒരു കസവിൻ്റെ അല്ല കട്ടിക്കരയുടെ പ്രിന്റും വരും. പ്രിന്റ് വരും, ഒരു വൈറ്റിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി സിൽവർ കാണിച്ചില്ല എന്ന് പറയുന്നത്, സിൽവറും ഉണ്ട് കേട്ടോ. നമ്മൾ ആ കണ്ട ഒരു ഗോൾഡിന്റെ തന്നെ സിൽവർ കോമ്പിനേഷൻ. ഇതിൽ തന്നെ നമുക്ക് ബ്ലാക്കിൽ വരുന്നതുണ്ട്, മെറൂണിൽ വരുന്നുണ്ട്, ലൈൻസ് ഇതുപോലെ തന്നെ കോട്ടണിൽ വരുന്നുണ്ട്. ഇനി ഇത് വരുമ്പോൾ നമുക്ക് സിഗ്സാഗ് മോഡലാണ്. ഇതും പ്രിന്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഒരു ഫ്രഷ് ഇതാ ആ ഒരു പ്രിന്റിന്റെ ഫ്രഷ്നെസ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാകുമ്പോൾ കസുവില് ബ്ലൂ, അങ്ങനെ ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സിഗ്സാഗ് വേണോ, സ്ക്വയർ വേണോ, റൗണ്ട് വേണോ, പോൾക്ക ഡോട്ട് വേണോ. ഇത് നമുക്ക് യൂത്ത് ആയിട്ടുള്ളവർക്ക്, അതായത് കോളേജ് സ്റ്റുഡൻസ്, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ട് ഇതിൻ്റെ തന്നെ കളർ വെറൈറ്റീസ് നമുക്കുണ്ട്. അതായത് ഈ ഒരു കളേഴ്സൊക്കെ കൂടുതൽ അവരാണ് ചൂസ് ചെയ്യുന്നത്. അവർ കുറച്ചൊരു ട്രെൻഡി ആയിട്ട് നിൽക്കാൻ, എന്താണ് സ്പെഷ്യലായിട്ട് എന്ന് നോക്കുന്നത് അവരാണല്ലോ മെയിൻ. ഇപ്പം അവരെന്ന് പറയാൻ പറ്റില്ല, ഇപ്പം എല്ലാവരും സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്നാണ് ചോദിച്ചു വരുന്നത്. അപ്പം ഇപ്പൊ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. വയസ്സായ അമ്മമാര് അല്ലെങ്കിൽ അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴില്ല അവര് സ്പെഷ്യലായിട്ട് നിൽക്കണം. കാരണം മറ്റുള്ള പെണ്ണുങ്ങളെക്കാളും വ്യത്യാസമായിട്ട് നിൽക്കണ്ടല്ലോ കേട്ടോ കുറച്ചുപേര്. പക്ഷെ സിംഗിൾ പീസ് ഇല്ല, വീണ്ടും പറയാണ്, ഹോൾസെയിലാണ് എടുത്തെടുത്ത് പറയണം. ഇതും നോർമൽ നമ്മൾ കാണുന്ന ആ ഒരു മോഡലിൽ തന്നെ വരുന്ന ഐറ്റംസ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് വൺ സൈഡ് കളറിൽ വരും, അതുപോലെ ആ ഒരു ഗോൾഡ് കളറിന്റെ ഗോൾഡിന്റെ വീവിങ്ങും വരുന്നുണ്ട്, അതുപോലെ തന്നെ കളർ ത്രെഡിന്റെയും വരുന്നുണ്ട്. അപ്പൊ വൺ സൈഡ് ഇങ്ങനെ ലൈൻ ആയിട്ട് ഒരു സൈഡ് ഗോൾഡ്. അപ്പൊ അതിന്റെ ഇവിടെ ബോഡിയിലേക്ക് വരുമ്പോൾ ചെക്ക് പാറ്റേണിലാണ് വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കോപ്പറിലാണ് വരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റോസ് കോപ്പറാണിത്. ടെസൽസോട് കൂടി വരുമ്പോഴേ ഒരു ഭംഗി വേറെ തന്നെയാണ്. അത് വന്നല്ല അതിൻ്റെ എൻഡിലെ ബോർഡർ വരുന്നത് ചെക്ക് പാറ്റേൺ, ലൈൻസിൽ തന്നെ ചെക്ക് പാറ്റേണും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ നമ്മുടെ നോർമലായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കസവില് ഇങ്ങനെ ഒരു പൂക്കളുടെ ഡിസൈൻസ്. പിന്നെ ഇതിൻ്റെ ടെസൽസ് നോക്കുകയാണെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടു. അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് ഇവിടെയുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് സാധാരണ കസവ് സാരീസ് നോർമൽ നമുക്ക് കോട്ടണിലും ടിഷ്യൂലും ഇതുപോലെ തന്നെ കസുവിന്റെ ഇഞ്ച് കൂടിയതും കുറഞ്ഞതും എത്ര 10 ഇഞ്ച് വേണോ, 8 ഇഞ്ച് വേണോ, 1 ഇഞ്ച് വേണോ, 1/2 ഇഞ്ച് വേണോ, അങ്ങനെ വെറൈറ്റീസ് കേട്ടോ. അതിൽ തന്നെ കളേഴ്സും ഉണ്ട്. കസവിന്റെ കളേഴ്സ് ഇപ്പോൾ റോസ് ഗോൾഡ്, കോപ്പർ, സിൽവർ, അത് സാരി ഫുൾ ടിഷ്യൂലേക്ക് വരുമ്പം ഫുൾ ടിഷ്യൂ കളേഴ്സിൽ വരുന്നതുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ടിഷ്യൂല് തന്നെ ഇതുപോലെ ഓരോ കളർ വെറൈറ്റിയിലും വരുന്നുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതിനേക്കാളും വെറൈറ്റീസ് നിങ്ങൾ കടയിൽ വന്നാൽ കാണാൻ പറ്റും. അപ്പൊ കടയിൽ വരാനുള്ള ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ തന്നെയാണ്. ഹോൾസെയിൽ മാർക്കറ്റാണ്, എപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ സൺഡേ വരാത്തവർക്കാണെങ്കിലും നമ്മുടെ ഓൺലൈൻ ടീം ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. സപ്പോർട്ടാണ്. അപ്പൊ ആ ഒരു വീഡിയോ കോൾ ഫെസിലിറ്റീസ് നമ്മൾ വരാൻ പറ്റാത്തവർക്ക് വന്നെടുക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ സാരീസ് ഇനി ബ്ലൗസ് ഇല്ലാണ്ട് സാരി കിട്ടും ഇല്ല. അപ്പൊ ബ്ലൗസ് കാണാൻ പോവാം നമുക്ക്. എന്താ ആലോചിച്ചിരിക്കണേ? വാ, ഇതേ ഒരു സെക്ഷൻ എന്താ വരുന്നത്? നമുക്ക് 36 ഇഞ്ച് വിട്ട് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു സെക്ഷനിൽ. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ബൾക്കായിട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, വൈഡ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി കാണിക്കാനുള്ളത് ബ്ലൗസ് മെറ്റീരിയൽസ്. എന്താ രസമല്ലേ, പൂക്കളിട്ട പോലെയാണ് ഒരു ഫീലിംഗ്, ഫുൾ കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങുന്നു തോന്നുന്നുണ്ട് അല്ലേ? ബ്ലൗസിന്റെ സെക്ഷൻ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കളർ ടിഷ്യൂ ആണ് നമ്മൾ ഇതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോർമലി വരുന്ന ഗോൾഡിന്റെ തന്നെ പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. കോപ്പർ ഷെയ്ഡ് വരുന്നുണ്ട്, സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട്, കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മൊത്തത്തില് ഇവിടേക്ക് വരുമ്പോൾ ഒരു കോട്ടൺ
കോട്ടണിൽ തന്നെ ബൂട്ട വർക്കൊക്കെ ആയിട്ട് പ്രിന്റ് വരുന്നുണ്ട്, വീവിങ്ങിൽ വരുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ വെറൈറ്റികളാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ബ്രൊക്കേഡ് ബ്ലൗസസ് ആണ് വരുന്നത്. നമ്മുടെ ജക്കാർഡ് വീവിങ്ങിൽ വരുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ സിൽക്കിൽ വരുന്നുണ്ട്, ആ ഒരു ഗോൾഡ് സിൽവർ കോമ്പിനേഷൻ. പിന്നെ വരുന്നത് കോട്ടണിലാണ്, ബോർഡർ ഫിനിഷിങ്ങിലും വരുന്നുണ്ട്, ഡബിൾ ഷെയ്ഡ് വരും. ഇത് നമ്മുടെ സിൽക്ക് ബേസിൽ വന്നിട്ടുള്ള പ്ലെയിൻ ആണ്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീറ്റർ ഓർഡറിനനുസരിച്ച് ഇപ്പോൾ റെഡി സ്റ്റോക്ക് തന്നെ ഒരു 500 മീറ്ററോളം നമുക്ക് ഒരു കളറിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്രയും സ്റ്റോക്ക് നമുക്ക് ഗോഡൌണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇവിടെ ഇതാവുമ്പോൾ ഇതിന്റെ തന്നെ വെറൈറ്റിയാ, പൂജ സിൽക്ക് അതേപോലെ തന്നെ ബട്ടർ സിൽക്ക് എന്ന് പറയുന്ന 2 ക്വാളിറ്റിയിൽ വരുന്നതാണ്. സെയിം തന്നെ ഇതിലും നമുക്ക് 500 മീറ്റേഴ്സ് റെഡി സ്റ്റോക്ക് വരും. ഓക്കെ, പിന്നെ നോർമൽ ആ ഒരു ടിഷ്യൂന്റെ മെറ്റീരിയൽ നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ആ ഒരു ടിഷ്യൂന്റെ തന്നെ കോട്ടൺ, ഏറ്റവും കൂടുതൽ ഓണത്തിന് മൂവിങ് ഉള്ള ഒരു കോമ്പിനേഷൻ. ഓണായാലും വിഷു ആയാലും ഒക്കെ നമ്മൾ റെഡിയാണ് തരാനായിട്ട്, ഇഷ്ടം പോലെ ബൾക്കായിട്ട്. അപ്പൊ കുറച്ചൊന്ന് കളക്ഷൻസ് ഒന്ന് ഇട്ട് കാണിച്ചു കൊടുത്തല്ലോ. ഇതിലിപ്പോ ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇതെല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെറൈറ്റി കോമൺ ആയിട്ട് പോകുന്ന കുറച്ച് കളേഴ്സ് ആണ് അല്ലേ ഇതൊക്കെ വരുന്നത്. ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം കുറച്ച് കളേഴ്സുകൾ. ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്ന കളേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ കോമൺ ആയിട്ടുള്ള കളേഴ്സാണ് ജസ്റ്റ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. അതിലൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല രസമായിരിക്കും അല്ലേ. കുട്ടികൾക്കായാലും നമുക്ക് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന വെറൈറ്റി കളേഴ്സ് ഒക്കെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് മീറ്റർ എങ്ങനെയാ റോള് എത്ര മീറ്റർ ഉണ്ടാവും ഇത്? നമുക്ക് ഇത് 12 to 18 മീറ്റർ വരെയൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൽ കട്ടിങ് വരില്ല, റോളായിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ബൾക്ക് ഒരു റോൾ ഇത് കാണുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇനി ഇത് ഫുൾ നമുക്ക് പ്ലെയിനിന്റെ ഒരു സെക്ഷനാണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്രൊക്കേഡിന്റെ ഇതിലും ഡിസൈൻസ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഡിസൈൻസ്, എന്തൊക്കെയാണ് കളേഴ്സ് എന്നുള്ളത്. ഇനി നമുക്ക് ബേറ്റിൽ വേണോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് മീറ്റർ വൈസ് വരുന്നത്? ഇതിലും ഇതേപോലെ റോളായിട്ടാണ് വരിക. നമുക്ക് കൂടുതൽ പേസ്റ്റിലും കോപ്പർ ചെറിയും ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്കുള്ള കളക്ഷനാണ്. ഇതിൽ നമ്മൾ ടിഷ്യൂവിൽ കോമ്പിനേഷൻ കോപ്പറിലും അതേപോലെ തന്നെ റോസ് ഗോൾഡ് കോപ്പർ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് മുതൽ ഡാർക്ക് ഷെയ്ഡ് വരെ ഈ ഒരു ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 20 മീറ്റർ ആയിരിക്കും അല്ലേ അത് മെയിനായിട്ട്? ഇതും 10 to 12 ആ ഒരു മീറ്ററിന്റെ 12 മീറ്റർ വരെ ലാസ്റ്റ് വരുന്ന ഐറ്റംസിൽ അതിൽ ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ. ഒരു കോട്ടൺ ചെക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് സിമ്പിൾ, അതിൽ തന്നെ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. നോർമൽ പ്ലെയിനിലാണ് നമ്മൾ കണ്ടത്, ഇത് ആകുമ്പോൾ കുറച്ച് വർക്കായിട്ട് വരുന്നതാണ്. അങ്ങനെ പിന്നെ വരുന്നത് ചെറിയ ബുട്ട. ഇപ്പൊ ഈ ചെറിയ ബൂട്ട നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ശരിക്കും ആ പട്ട് സാരിയിലൊക്കെ ഇതിന്റെ ബോഡിയിലൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ബ്രൈറ്റ്സിന് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, മാച്ചിങ് ആയിട്ടൊക്കെ. അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വരുമായിരിക്കും, 1 മീറ്റർ ഒക്കെ ആയിട്ട് മുറിച്ചൊന്നും കിട്ടില്ല. അത് ഫുൾ ഇങ്ങനെ റോള് തന്നെ എടുക്കേണ്ടി വരും. അല്ല, ബ്രൈഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ അത് കേട്ടിട്ടോ അത് ഓടി വരും. അപ്പം അങ്ങനെയില്ല, നമുക്ക് ഹോൾസെയിലായിട്ട് ഒരു ഫുൾ റോള് തന്നെ എടുക്കണം. അതിൽ പല പല വർക്കുകളായിട്ട് കിട്ടും കേട്ടോ. ചെറിയ വർക്ക്, വലിയ ബൂട്ടാസ്, വീവിങ്ങിൽ തന്നെ ഇഷ്ടം പോലെ കേട്ടോ. ഇതൊക്കെ റോസ് ഗോൾഡിൽ കണ്ടോ, നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊന്നുമല്ല കേട്ടോ, ശരിക്കും ആ റാക്ക് ഫുള്ള് ഇങ്ങനെ എത്തിച്ച് നോക്കണം. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ കളേഴ്സ്. ജസ്റ്റ് ഇങ്ങനോട് ഓടിപ്പിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഇഷ്ടം പോലെ ഡിസൈൻസ്, വെറൈറ്റീസ്. ഇപ്പോൾ ഈ ഒരു കളറിൽ കണ്ടോ, ഇഷ്ടം പോലെ ബൾക്ക് ഉണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് റാക്കിൽ കയറ്റാൻ പറ്റുന്നത് കയറ്റിയിട്ടുള്ളൂ. ബൾക്ക് 500 റോള്, പീസ് എന്നല്ല പറയണത്, ഞങ്ങൾ 500 റോളാണ് പറയണത് അല്ലേ. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് കളർ ടിഷ്യൂവിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ കണ്ടിട്ടുള്ള ഇതാവുമ്പോൾ സാറ്റിൻ ബേസ് ആണ് നമുക്ക് വരിക. കൂടുതൽ സിൽക്കിൻ്റെ ബേസ് ആണെങ്കിൽ ഈ ഒരു കളക്ഷൻ സാറ്റിൻ ബേസിൽ കൊടുക്കും. ഇതും ബ്ലൗസിന് തന്നെ പോകുന്ന കുറച്ച് ഫാൻസി ഐറ്റംസ് ഇതിൽ. ഇതിൽ ഫുൾ ഇത് കാണുന്നതൊക്കെ വീവിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് വെറൈറ്റീസ്. ഇതൊക്കെ ത്രെഡ് ബേസിലായിട്ട് വരുന്നതാണ് കേട്ടോ വർക്ക് വരുന്നത്. ഇതിൽ തന്നെ ഫ്ലോറൽ വരും, ജെറീര വർക്കായിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഇത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് റാക്ക് കാലിയാക്കേണ്ടി വരും. ഡയറക്റ്റ് വരായിരിക്കും നല്ലത്. ഡയറക്റ്റ് എവിടേക്ക് വരണ്ടേ? ഹോണർ ഏജൻസീസ്. അതെവിടെയാ? ബ്രോഡ്വേയിൽ എറണാകുളത്ത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കണ്ണിലൊരു അടിപൊളി ഒരു ഐറ്റം കണ്ടു കിട്ടി. ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് എന്താ പറയുക? ടിഷ്യൂവിൽ സാധാരണ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കാണുക. ഇതിൽ നമ്മൾ ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയും കൂടെ കൊടുത്തിട്ടുള്ളതാണ്. ഇത് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട് അല്ലേ. ഇതിപ്പോൾ ഇവർ ഓൺ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക്. കാരണം ഇവർക്ക് ഓൺ യൂണിറ്റ് ഉണ്ട്, ഓൺ മാനുഫാക്ചറിങ് ആണ്, ഓൺ ത്രെഡ് വർക്ക് ചെയ്യണ എംബ്രോയിഡറി വർക്ക്. എന്ത് പറഞ്ഞാലും അത്
റെഡിയാണ്. റെഡിയാണ്. അങ്ങനെ ഇതിന്റെ കളേഴ്സ് ഒക്കെ മാറി മാറി നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു വെറൈറ്റി കണ്ടപ്പോൾ ഞാനിങ്ങനെ പിടിച്ചതാണ്. ഇനി ഇത് തന്നെ നമുക്ക് ഗോൾഡിൽ വരുന്നത്. ഗോൾഡ് തന്നെ പല ഷെയ്ഡ്സിലാണ് വരുന്നത്. അതെ, ഡാർക്ക് വേണോ ലൈറ്റ് വേണോ, അതിൽ തന്നെ സിൽവറും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വേണോ, അതിൽ തന്നെ വർക്ക് ഇല്ലാത്തത് വേണോ, ഇതൊക്കെ കണ്ടോ പോൾക്കടോട്ട് പോലെ ഉണ്ട്, അതിൽ വർക്ക് ഉണ്ട്, ജക്കാർഡിൻ്റെ ഉണ്ട്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ 36 വരുന്നൊരു കളക്ഷൻ. അപ്പോൾ അത് കടക്കാർക്ക് മാത്രമുള്ള, വീണ്ടും എടുത്ത് പറയുകയാണ് ഹോൾസെയിലാണ്, നമുക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കണം. അങ്ങനെ പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ഇവിടെ എന്തൊക്കെയാണ്? റണ്ണിങ് ഫാബ്രിക് ഉണ്ട്, കേരള സാരീസ് ഉണ്ട്, പ്രീമിയം സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട്. റണ്ണിങ് ഫാബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇതും നമുക്ക് റണ്ണിങ് ഫാബ്രിക്സ് ഇപ്പോൾ എടുത്താം. പക്ഷേ റണ്ണിങ് ഫാബ്രിക്സ് നോർമൽ കിട്ടണേക്കാളും ഏറ്റവും എന്താ പറയുക ബൂട്ടിക്ക് മെയിൻ ഫാബ്രിക് നമ്മൾ പുറമേ കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ കുറേ വേറെ സംഭവമായിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ അത് കൂടാണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ബൂട്ടിക്ക് ആയിട്ടുള്ള രീതിയിലുള്ള കുറേ നല്ല ഫാബ്രിക്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുറേ സാരീസ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അതൊന്ന് സെറ്റ് സാരി സെറ്റ് മുണ്ടുള്ളത്, അല്ലെങ്കിൽ അതിന് പകരം വേറെ ആ ഒരു സ്പെഷ്യലായിട്ട് ആ ഒരു സീസൺ വെയർസ് നമുക്ക് എന്തായാലും റെഗുലർ ആയിട്ട് കയറുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ വന്നത് നേരത്തെ അവിടെ നിന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോ ഓൾറെഡി ലെങ്തി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നല്ല നല്ല കളക്ഷൻസ് ബ്ലൗസിൽ തന്നെ വരുന്നത് അടിപൊളിയാണ് കേട്ടോ. നേരിട്ടൊന്ന് വന്ന് നോക്കാം. അതുപോലെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോളിൻ്റെ സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോർമൽ വർക്കിംഗ് ടൈം 10 to 6 ആ ഒരു ടൈമിലാണ്. നമുക്കൊരു ഓൺലൈൻ ടീം ഉണ്ട്. ഓൺലൈൻ ടീമിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ ഇത്രയും നേരം ഇത്രയും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് താങ്ക് യു. പക്ഷേ ഈ താങ്ക് യു ഇവിടെ മാത്രം പറഞ്ഞാൽ പോരാ, കാരണം ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ സുന്ദരികൾ ഇവിടെ ഉണ്ട്. എവിടെയാണ് ഇവരൊക്കെ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വരൂ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസിന് ഹെൽപ്പ് ചെയ്ത ടീമുകളാണ്. ഈ ഒരു ടീം മാത്രം പുറമേ കാണുന്നുള്ള, ഇതിൻ്റെ ബാക്കിലായിട്ട് ഇഷ്ടം പോലെ വർക്കേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം കസ്റ്റമേഴ്സിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെയാണ്. അപ്പം ഒരു ബൈ പറയും, ഒരു ഹാപ്പി ഓണം പറയട്ടെ. ആരുടെ വക? അത് കിടക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ അവരായിട്ട് പറയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. ആരുടെ ഒപ്പം? ഓണത്തിനോടൊപ്പം. ബൈ.